നമസ്കാരം. ഹ്യൂമൻ ഹെൽത്ത് പ്രോഗ്രാം 2024 ഫസ്റ്റ് എപ്പിസോഡാണിത്. ഇതിന് പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ഒത്തിരിയധികം സ്നേഹത്തോടെ സ്വാഗതം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് ശ്രീ KV ദയാൽ സാറാണ്. ഡോക്ടർ ദയാൽ സാർ എന്ന് പറയുന്നത് ശ്രീ KV ദയാൽ സാറാണ്. അപ്പോ സാറിന് കൊടുത്തിരിക്കുന്ന ഇന്നത്തെ ടോപ്പിക് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ എന്നുള്ളതാണ്. അപ്പം ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. അപ്പൊ അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മള് സാറിന്റെ ലൈവ് സെഷൻ ആണിത്. അപ്പം സാറ് തന്നെ ഇത് ലീഡ് ചെയ്യും. അതിന് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദയാൽ സാർ പ്ലീസ്. മുറിഞ്ഞു പോണല്ലോ. മറ്റെല്ലാരും മൈക്കൊക്കെ ഓഫ് ചെയ്യാമോ തൽക്കാലത്തേക്ക്? ഇപ്പൊ വ്യക്തമാണോ സാറേ? ഇപ്പൊ ക്ലിയർ ആണ്. ക്ലാസിന്റെ സമയത്ത് മറ്റെല്ലാരും തുടങ്ങിക്കോ. നമുക്ക് ജ്യോതി ചൊല്ലണ്ടേ? എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ജ്യോതി ചൊല്ലാം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ, സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. പ്രാർത്ഥനാർത്ഥന ചൊല്ലിക്കോളൂ. ഈശ്വര പ്രാർത്ഥന. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും നീളവുമായി എന്നെ നേരായ പാതയിൽ ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയണമേ. കാണാനും കേൾക്കാനും അറിയാനുമായി എന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും പാലിക്കാൻ എന്നുമെനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിരുവാൻ എന്നുമെനിക്ക് തുണയാകണേ. എൻ കർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതനായി കർമ്മങ്ങൾ തീർക്കുവാൻ ഭൂലോകമാകെ ആഘോഷമാക്കുവാൻ
പ്രതിനിധിയായും നീ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ വിഷയം സൗന്ദര്യം എന്ന വിഷയമാണ് അർച്ചന എനിക്ക് തന്നിരിക്കുന്നത്. ഈ സൗന്ദര്യത്തെ പറ്റി ഞാൻ നേരത്തെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത് നമ്മുടെ ഇതിലാണോ അതോ വേറെയാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്തിട്ടുണ്ട്, ഇതിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ പറയാം. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയട്ടെ എന്നാ. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയട്ടെ എന്നാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. മുറിയുന്നു, ശബ്ദം മുറിയുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്തവര് നിങ്ങളുടെ മൈക്കൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് ക്ലാരിറ്റിയോടെ ക്ലാസ് ഒക്കെ ഒന്ന് കേൾക്കാവേ. ആരെങ്കിലും തുറന്നു വെക്കണ്ടല്ലേ? ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്നുള്ളതാണ്. ക്ലിയർ ആണോ? മറ്റുള്ളവർക്കെല്ലാം കേൾക്കാമോ? ഓക്കെ. സൗന്ദര്യം വർദ്ധിപ്പിക്കുക, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്നൊരു ആശയം നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ആശയം കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ തോന്നുന്നത് എന്റെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, ശരീരത്തിന്റെ സൗന്ദര്യം, ത്വക്കിന്റെ സൗന്ദര്യം, ത്വക്കിന്റെ കാന്തി, മുടി വളരാൻ, നല്ല മൃദുവായ ശരീരം കിട്ടാൻ, പല്ല് നന്നായിട്ടിരിക്കാൻ, നഖം നന്നായിട്ടിരിക്കാൻ, ഓരോ അവയവങ്ങളും ആരോഗ്യപരമായ സൗന്ദര്യത്തോടെ ഇരിക്കാൻ. അങ്ങനെ ശാരീരപരമായിട്ടുള്ള സൗന്ദര്യത്തിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. നമ്മൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള മുടിക്കായിട്ട് സൗന്ദര്യമുള്ള ത്വക്ക് എങ്ങനെ കൊണ്ടുവരണം, സൗന്ദര്യമുള്ള മിഴികൾ എങ്ങനെ കൊണ്ടുവരണം, സൗന്ദര്യമുള്ള ചുണ്ടുകൾ എങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ ശാരീരിക സൗന്ദര്യത്തിൽ നമ്മൾ തുടങ്ങിയിട്ട് പിന്നീട് നമ്മൾ വരുന്നത് മാനസിക സൗന്ദര്യം. എങ്ങനെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ സൗന്ദര്യമുള്ള വസ്തുക്കൾ വെച്ചിട്ട് നിറയ്ക്കാനാകെ സാധിക്കുക. അങ്ങനെ സുന്ദരമായിട്ടുള്ളൊരു മനസ്സിനെ പറ്റി നമ്മൾ ഇന്ന് ദയാസറിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ സുന്ദരമായ ബുദ്ധിയെ പറ്റി, എങ്ങനെയാണ് ഒരു സൗന്ദര്യമുള്ള ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക, സൗന്ദര്യമുള്ള ബുദ്ധിയുള്ള ജീവിയെ എങ്ങനെ ജീവിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വശം നമ്മൾ ഇന്ന് കേൾക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അവസാനം പിന്നെ വരുന്നത് സ്ഥൂല ശരീരം പറഞ്ഞു, സൂക്ഷ്മ ശരീരം പറഞ്ഞു, പിന്നെ വരുന്നത് ആത്മശരീരം. ആത്മശരീരം ഓൾറെഡി ഏറ്റവും സൗന്ദര്യമുള്ളതാണ് ദയാൽ സാർ പഠിപ്പിച്ചു തരാറുണ്ട്. അപ്പൊ ആ ആത്മസൗന്ദര്യത്തിന്റെ ശരീരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ഥൂല ശരീരത്തിനെയും സൂക്ഷ്മ ശരീരത്തിനെയും സൗന്ദര്യമുള്ളതാക്കി മാറ്റുക എന്നുള്ളൊരു തത്വമാണ് നമ്മൾ ഇന്ന് ബേസ് ചെയ്തത്. അപ്പൊ ആത്മശരീരത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം എന്താണ്, അതിന്റെ ഒരു അംശമെങ്കിലും ഒന്ന് അനുഭവിക്കാൻ ഇന്ന് സാധിക്കുമോ? അതിലൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചറിയാനോ, ഒന്ന് ഇമാജിൻ ചെയ്യാനോ ഒന്ന് സാധിക്കും, അതിന്റെ രുചി അറിയാൻ ഇന്ന് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തുടങ്ങി നമ്മുടെ ചിന്തകളിലെ സൗന്ദര്യം, വാക്പ്രയോഗങ്ങളിൽ സൗന്ദര്യം, അതായത് മനസ്സിന്റെ സൗന്ദര്യങ്ങളൊക്കെ തുടങ്ങി സൂക്ഷ്മ ശരീരത്തിന്റെ സൗന്ദര്യത്തിൽ തുടങ്ങി ആത്മശരീരത്തിൽ വരെ എത്തുന്ന അവസ്ഥ. അതിൽ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം വരും, പ്രപഞ്ചത്തിന്റെ സമൂഹത്തിന്റെ സൗന്ദര്യം വരും, നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ സൗന്ദര്യം ഉണ്ടാക്കണം. ഇങ്ങനെ എല്ലാ ടോപ്പിക്കും സാറ് നേരത്തെ എടുത്തതിലും നമ്മുടെ സൗന്ദര്യം വന്നിട്ടുണ്ട്. പൂക്കളിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതളുകളുടെ ചിട്ടയായ അടുക്കലിലാണ് സാറ് പഠിപ്പിക്കും. അതേപോലെ നമ്മുടെ ഓരോരുത്തരെയും അവയവങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളും കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയാണ് ഈ ശരീരത്തിന്റെ സൗന്ദര്യം എന്നും പഠിപ്പിക്കും. എങ്ങനെയാണ് ഓരോ സ്ഥലവും ഓരോ വശം നമ്മളിൽ ഓരോന്നിനെയും സുന്ദരപരമായി കാത്തു സൂക്ഷിക്കുക. പ്രായമാകുന്നോറും എങ്ങനെ സാധിക്കാം, കുഞ്ഞു കുട്ടികൾക്ക് എങ്ങനെ സാധിക്കാം, യൂത്തിന് എങ്ങനെ സാധിക്കാം, മുതിർന്നവർക്ക് എങ്ങനെ സാധിക്കാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എങ്ങനെ സാധിക്കാം. ഇങ്ങനെ ഒരു പടർന്നു കിടക്കുന്ന വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ നമുക്ക് ദയാൽ സാറിൽ നിന്ന് തന്നെ കേട്ടു തുടരാം. സാർ. ഓക്കെ, അർച്ചന തന്നിരിക്കുന്ന വിഷയം മുഴുവൻ കവർ ചെയ്യണമെങ്കിൽ എനിക്ക് 10 ദിവസം ഫുൾ ഡേ തരണം. ഫുൾ ഡേ, 10 ദിവസത്തേക്ക് ഫുൾ ഡേക്കുള്ള സബ്ജക്റ്റ് ആണ് ഇത്. അപ്പൊ നമുക്കത് നോക്കാം എവിടെ വരെ പറയാൻ പറ്റും എന്നുള്ളത്. അതായത് സൗന്ദര്യം
ആപേക്ഷികമാണ് എന്ന ഒരു ധാരണ പരക്കെയുണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അതായത് പണ്ട് കാലത്ത് കേരളത്തിൽ കാതിൽ തോടയിടുക എന്ന് പറയുന്നൊരു പരിപാടി. കമ്മലിന് പകരം തോടയിടും. തോടയുടെ വെയിറ്റ് കൂട്ടിക്കൂട്ടി കാതിന്റെ ദ്വാരം വലുതായി ആ തോളത്ത് വന്ന് മുട്ടിയാൽ അത് സൗന്ദര്യ ലക്ഷണമായിരുന്നു. ഒരു കാലത്ത് കേരളത്തിലെ സൗന്ദര്യ ലക്ഷണമായിരുന്നു. കേരളത്തിലെ തോളത്ത് മുട്ടയാടണം. ഇത് സ്ത്രീയുടെ ഒരു സൗന്ദര്യമായിട്ടാണ് പണ്ട് കണക്കാക്കിയിരുന്നത്. ഇന്ന് ഒറ്റ മനുഷ്യനുണ്ടെന്ന് തോന്നുന്നില്ല. കാതിൽ തുളയുള്ളവരുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ആ തോടയിട്ട് നടന്ന് സൗന്ദര്യം കാണിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനില്ല. മുടിയുടെ കരുത്തും കറുപ്പും കേരളത്തിൽ ഒരു സൗന്ദര്യ ലക്ഷണമായി കണക്കാക്കിയിരുന്നു ഒരു കാലം. അത് കരുത്തും അതിന്റെ വലിപ്പവും കറുപ്പും എല്ലാം, തിക്നെസ് എല്ലാം. ഇതേമാതിരി തന്നെയാണ് ചൈനയിൽ സ്ത്രീകളുടെ കാല് നല്ല ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പിടും. കൊച്ചിലെ തന്നെ ഇട്ടിട്ട് അത് ചെറുതാക്കി നിർത്തും. ഏറ്റവും ചെറിയ പാദം സൗന്ദര്യ ലക്ഷണമായി ചൈനക്കാര് കരുതിയിരുന്നു ഒരു കാലഘട്ടം. അതായത് കാലവും ദേശവും അനുസരിച്ച് ഈ സൗന്ദര്യത്തിന്റെ മാനദണ്ഡങ്ങൾ മാറിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ആപേക്ഷികമാണ് എന്ന് പറഞ്ഞിരുന്നത്. ഇതുപോലെ ഓരോ പ്രദേശത്തും ഓരോ രീതിയിലായിരുന്നു സൗന്ദര്യ സങ്കല്പം നിന്നിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ധരിച്ചു പോയതാണ്. പക്ഷെ എന്നാൽ സൗന്ദര്യം എന്ന് പറയുന്നത് ആപേക്ഷികമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം. പ്രകൃതി സൗന്ദര്യത്തിൽ നിന്നും സൗന്ദര്യത്തിലേക്കാണ്, പെർഫെക്ഷനിൽ നിന്നും പെർഫെക്ഷനിലേക്കാണ് പോവുക. ഈ ഭൂമിയിലുള്ള സർവ്വതിനെയും, മനുഷ്യരെ മാത്രമല്ല സർവ്വതിനെയും സൗന്ദര്യധാമങ്ങളാക്കി മാറ്റാനാണ് പ്രകൃതി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ സൗന്ദര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുത്ത് ആ സൗന്ദര്യത്തിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെ, അല്ലെങ്കിൽ സൗന്ദര്യം നമുക്ക് എങ്ങനെ നിലനിർത്താം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുക. ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എല്ലാവർക്കും. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഭക്ഷണം. സിക്രിലാൽ സാറും കയറിയിട്ടുണ്ടല്ലേ? സിക്രിലാൽ സാറ് പെരുന്നാളായിട്ട്. ഓക്കെ, ഭക്ഷണം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായാണ് മനുഷ്യനെ സംബന്ധിച്ച്. സൗന്ദര്യം എല്ലാവരുടെയും ആവശ്യവുമാണ്. എല്ലാവർക്കും സൗന്ദര്യത്തിനോട് ഒരു എല്ലാവരുടെയും, ഇപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആയുസ് വേണോ? വേണം. ആഹാരം വേണോ? വേണം. സൗന്ദര്യം വേണോ എന്ന് ചോദിച്ചാൽ വേണം എന്ന് രണ്ടു പ്രായം വരും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് സൗന്ദര്യമുള്ളതായിരിക്കുക എന്നുള്ളത്. നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത് 5 അന്നങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. ആകാശം, അഗ്നി, വായു, വെള്ളം, ഭൂമി. പഞ്ചഭൂതങ്ങൾ 5 അന്നങ്ങളാണ് എന്ന് നമുക്ക് അറിയില്ല. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ 5 അന്നങ്ങളുടെയും ചേർച്ചയാണ്. ഇവിടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ 5 അന്നങ്ങൾ അത് ആ നിശ്ചിത റേഷ്യോയിൽ ചേരുമ്പോഴാണ് അതൊരു സൗന്ദര്യമുള്ള വസ്തുവായി പ്രകൃതി മാറ്റുക. ഇപ്പൊ നമുക്ക് പൂക്കളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഇതളുകളുടെ ചേർച്ചയാണ്. ഇതളുകൾ അടുക്കി വെക്കുന്നതിൻ്റെ ആ ചേർച്ച, അതാണ് അതിന് സൗന്ദര്യം കൊടുക്കുന്നത്. ഇതളുകളുടെ ചേർച്ചയാണ് പൂക്കളുടെ സൗന്ദര്യം. അത് മാത്രമല്ല, അതിന് നിറം ഒരു പ്രത്യേകതയല്ല. നിറം ഏതുമാകാം. അപ്പൊ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ചിലപ്പോൾ വെളുത്തവര് സൗന്ദര്യമുള്ളവര്, കറുത്തവര് സൗന്ദര്യം ഇല്ലാത്തവര്, അങ്ങനെയില്ല. സൗന്ദര്യത്തിൽ അങ്ങനെയില്ല. വെളുത്തതും സൗന്ദര്യമുള്ളതാണ്, കറുത്തതും സൗന്ദര്യമുള്ളതാണ്. എല്ലാം സൗന്ദര്യമാണ്. പക്ഷേ പൂക്കള് അതാണ്. ഇപ്പൊ റോസപ്പൂ പല നിറങ്ങളിലുണ്ട്, എല്ലാം സൗന്ദര്യമുള്ളതായിരിക്കും. എല്ലാ പൂക്കളും സൗന്ദര്യമുള്ളതായിരിക്കും. അതിന് വേണ്ട വർണ്ണക്കൂട്ടുകൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, പ്രകൃതി പൂക്കളെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ സൗന്ദര്യം മാത്രമല്ല അതിന് സുഗന്ധവും കൂടി കൊടുത്തിട്ടുണ്ട്.
സുഗന്ധവും കൂടി കൊടുത്തിട്ടാണ് പ്രകൃതി പൂക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് പ്രകൃതി പൂക്കളെ സൃഷ്ടിച്ചത് സുഗന്ധവും സൗന്ദര്യവും കൊടുത്തിട്ടാണ്. ഇത് പ്രകൃതി സൃഷ്ടിച്ചത് കൃത്യമായ 5 അന്നങ്ങൾ കൊടുത്തിട്ടാണ്. നമ്മൾക്ക് സൗന്ദര്യം വേണമെന്നുണ്ടെങ്കിൽ ഈ 5 അന്നങ്ങളും കറക്റ്റ് ചെയ്തേ പറ്റൂ. ഈ 5 അന്നങ്ങളെ ആധാരമാക്കിയാണ് നമ്മളുടെ സൗന്ദര്യം നിൽക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ ഇതെപ്പോ തുടങ്ങണം? ഒരു ഗർഭാരംഭത്തിൽ തന്നെ തുടങ്ങിയാൽ അത് കറക്റ്റായിട്ട് കിട്ടും, സൗന്ദര്യമുള്ളതായിട്ട് കിട്ടും. അത് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതാണ് നമ്മള് ഇതില് ഡിവൈൻ മദറിലൊക്കെ നോക്കുന്നത്. ഒരു സൗന്ദര്യമുള്ള കുഞ്ഞ് വേണമെന്നൊരു അമ്മ വിചാരിച്ചാൽ സാധ്യമാണ്. അമ്മയെക്കാളും സൗന്ദര്യമുള്ള, അച്ഛനേക്കാളും സൗന്ദര്യമുള്ള, ആ കുടുംബത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള, മാത്രമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവല്യൂഷനിൽ എത്രയോ മുന്നിലെത്തി നിൽക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യന് പൂക്കളെക്കാളും സൗന്ദര്യവും സുഗന്ധവും ഉണ്ടാകേണ്ടതാണ്. അതായത് മനുഷ്യൻ കറക്റ്റായ രീതിയിൽ പഞ്ചഭൂതങ്ങൾ 5ഉം വിധിച്ചതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഏത് പൂവിനേക്കാളും സൗന്ദര്യവും സുഗന്ധവുമുള്ള ഒരു ജീവിയാണിത്. പക്ഷെ നമുക്ക് അതിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നവരെ എത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ കാര്യം പഞ്ചഭൂതങ്ങൾ 5ഉം നമ്മൾ തെറ്റായിട്ടാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 5ഉം വിധിച്ചതല്ല. പഞ്ചഭൂതങ്ങൾ 5ഉം നമ്മൾ വിധിച്ചതല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ബാഹ്യപ്രകൃതിയുടെ സൗന്ദര്യമുള്ളതാക്കാൻ മനുഷ്യനാവും, അതിന് യാതൊരു സംശയവുമില്ല. ബാഹ്യപ്രകൃതിയെ സൗന്ദര്യമുള്ളതാക്കി നിർത്താൻ മനുഷ്യനാവും. അങ്ങനെയുണ്ടെങ്കിൽ, അതായത് പഞ്ചഭൂതങ്ങൾ 5നെയും സൗന്ദര്യമുള്ളതാക്കി നിർത്താൻ നമുക്കാവും. അപ്പൊ നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം അനുസരിച്ച് ബാഹ്യപ്രകൃതി സൗന്ദര്യമുള്ളതായാൽ ആന്തരിക പ്രകൃതി ഓട്ടോമാറ്റിക്കായിട്ട് സൗന്ദര്യമുള്ളതാകില്ലേ? ആന്തരിക പ്രകൃതിയും ബാഹ്യപ്രകൃതിയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു തത്വം. അതുകൊണ്ട് നമുക്ക് സൗന്ദര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൗന്ദര്യധാമങ്ങളാക്കി മാറ്റി പ്രകൃതി നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാഹ്യപ്രകൃതിയെ സൗന്ദര്യമുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ 5നെ സൗന്ദര്യമുള്ളതാക്കണം, വിധിച്ചതാക്കണം. അതിലാണ് സൗന്ദര്യം വരിക. ശരീരം അവയവങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവയവങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുന്നു. അപ്പോ പൂക്കളിൽ എന്ന പോലെ ശരീരത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവയവങ്ങളുടെ ചേർച്ചയാണ്. അവയവങ്ങൾ എത്ര കൃത്യതയോടെ ചേർന്നിരിക്കുന്നു എന്നതിലാണ് നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം ഇരിക്കുന്നത്. അവയവങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് കോശങ്ങളെ കൊണ്ടാണ്. അപ്പോ അവയവങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് കോശങ്ങളുടെ ചേർച്ചയാണ്. കോശങ്ങൾ എങ്ങനെ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവയവം സൗന്ദര്യമുള്ളതാകും. ഇനി കോശങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ 5ന്റെയും ചേർച്ചയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പഞ്ചഭൂതങ്ങൾ 5ഉം കറക്റ്റാക്കാൻ കഴിഞ്ഞാൽ മനുഷ്യൻ തലമുറ കഴിയുന്തോറും കൂടുതൽ സൗന്ദര്യമുള്ള ആളായി മാറും. അന്നങ്ങളുടെ ചേർച്ച, പഞ്ചഭൂതങ്ങൾ 5 അന്നങ്ങളുടെയും ചേർച്ചയാണ് സൗന്ദര്യത്തിന്റെ ആധാരം. അതാണ് 100%. അത് പ്രകൃതി നിയമാനുസൃതമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇത് നേരിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇക്കോളജി അതാണ് പറഞ്ഞു തരിക. ഭക്ഷണം തന്നെയാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം. അന്നം തന്നെയാണ് രഹസ്യം. നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും കൊള്ളുന്നതും കേൾക്കുന്നതും പ്രകൃതി വിധിച്ചതാക്കാൻ എല്ലാ മനുഷ്യരും അങ്ങനെ ആക്കാൻ കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും സൗന്ദര്യമുള്ളവരായി മാറും. അപ്പൊ ഇതാണ് ഇക്കോളജി എന്ന ശാസ്ത്രപ്രകാരമുള്ള സൗന്ദര്യ രഹസ്യം. ഒറ്റ കാര്യമുള്ളൂ, പ്രകൃതിക്ക് അനുകൂലമാവുക എന്നതാണ്. നമുക്ക് വേണ്ടത് 4 കാര്യങ്ങളാണ്: ആയുസ്, ആരോഗ്യം, ആനന്ദം, സൗന്ദര്യം. അതില് ആയുസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ശരീരത്തിന് അന്നം കൊടുക്കണം.
ആരോഗ്യവും ആനന്ദവും സൗന്ദര്യവും വിധിച്ച അന്നം കൊടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കിതെല്ലാം സൗന്ദര്യവും സുഗന്ധവും ആരോഗ്യമുള്ളതും ആനന്ദം തരുന്നതും എല്ലാം ആയി കിട്ടും. പിന്നെ നമുക്ക് ഇതില് കാർബോഹൈഡ്രേറ്റിന്റെ പ്രത്യേകത, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഇത് മൂന്നും നിശ്ചിത റേഷ്യോയിൽ കൊടുക്കാൻ കഴിയും. നിശ്ചിത റേഷ്യോയിൽ കൊടുക്കാൻ കഴിയും. അത് വിധിച്ച അന്നമായി കൊടുക്കാൻ കഴിയണം. ഫ്രൂട്ടിന്റെ ഒരു ഫ്രൂട്ടിലൂടെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ടൂളായി എടുത്തത്, അതായത് ഏതാണ് മനുഷ്യ ശരീരത്തിന് വിധിച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ടൂളായി എടുത്തത് സൗന്ദര്യത്തെയാണ്. സൗന്ദര്യത്തിന്റെ മാനദണ്ഡത്തിലാണ് ഞാൻ വിധിച്ച ഫാറ്റിലേക്ക് എത്തിയത്. അതായത് എന്നെ കാണാൻ വരുന്ന എല്ലാവരോടും ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ കാണാൻ വരുന്ന എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ആളുകളാണ്. ലോകത്തെവിടെ ചെന്നാലും അവിടെയുള്ള മനുഷ്യർ, തനത് മനുഷ്യർ സൗന്ദര്യമുള്ളവരാണെങ്കിൽ, എല്ലാവരും സൗന്ദര്യമുള്ളവരാണെങ്കിൽ എന്നെ വിളിക്കണം. ഇതായിരുന്നു ഞാൻ കൊടുക്കുന്ന നിർദ്ദേശം. അങ്ങനെയാണ് കോഴിക്കോടുള്ള കൃഷ്ണകുമാർ എന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നും വിളിക്കുന്നത്. സൗത്ത് അമേരിക്കയിൽ നിന്നും വിളിച്ച കൃഷ്ണകുമാർ എന്നോട് പറഞ്ഞത്, എൻ്റെ മുന്നിലിരിക്കുന്ന 22ഓളം ചെറുപ്പക്കാര് സൗത്ത് അമേരിക്കൻസ് ആണ്, ഡിഗ്രിക്ക് പഠിക്കുന്നവരാണ്, ഇവരെല്ലാവരും സൗന്ദര്യമുള്ളവരാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവര് 3 നേരം കഴിക്കുന്ന ഫ്രൂട്ട് ഏതാണ് എന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് ഉടനെ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് പിറ്റേ ദിവസം തന്നെ വിളിച്ചു വന്നു. 3 നേരവും അവർ കഴിക്കുന്നത് അവക്കാഡോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. അവക്കാഡോ എന്നൊരു ഫ്രൂട്ട് അവർ 3 നേരം സുഭിക്ഷമായി കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്കൊരു കൺക്ലൂഷനിൽ എത്തി ഞാൻ. അതായത് അവക്കാഡോ എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്റെ സയന്റിഫിക് സ്റ്റഡി എനിക്ക് കിട്ടണം. അവക്കാഡോ ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. എനിക്കൊരു അവക്കാഡോ കഴിക്കണം. അപ്പൊ ഞാൻ കൃഷ്ണകുമാറിനൊക്കെ പറഞ്ഞ് എനിക്കൊരു അവക്കാഡോ കൊടുത്തു വിടണം. അതിന്റെ സയന്റിഫിക് സ്റ്റഡി റിപ്പോർട്ട് എനിക്ക് കൊടുത്തു വിടണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഭാഗമായി സൗത്ത് അമേരിക്കയിൽ നിന്നും 22 കുട്ടികളും കോഴിക്കോട് വരുന്നതും അവരൊരു ദിവസം ആലപ്പുഴയ്ക്ക് വരുന്നതും എൻ്റെ വീട്ടിൽ അവർ താമസിക്കുകയും ചെയ്യുന്നത്. അന്നാണ് ഈ സൗന്ദര്യത്തിന്റെ പ്രാധാന്യം എനിക്ക് ബോധ്യപ്പെട്ടത്. ആപേക്ഷികമല്ല എന്ന് ഞാൻ തീർത്തും മനസ്സിലാക്കിയ കാര്യത്താണ്. കാരണം 22 പേര് സൗത്ത് അമേരിക്കൻസ്, ആണും പെണ്ണും ചെറുപ്പക്കാര്, 22 ഷേപ്പാണ്. ഷേപ്പ് 22 ആണ്, പക്ഷേ 22ഉം സൗന്ദര്യമുള്ളവരായിരുന്നു. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് ഇതിന്റെ കാരണം, സൗന്ദര്യ രഹസ്യത്തിൽ ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. അവരുടെ അവയവങ്ങളുടെ ചേർച്ച വളരെ കൃത്യമായി നമുക്ക് കാണാമായിരുന്നു. വ്യത്യസ്തരാണ്, പക്ഷെ സൗന്ദര്യമുള്ളവരാണ്. അപ്പൊ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ മുടിയുടെയോ നഖത്തിന്റെയോ ത്വക്കിന്റെയോ ഒന്നും എടുത്തിട്ടല്ല, അതിന് ഏതെങ്കിലും ഒരു അവയവത്തിന്റെയോ കാത് എടുക്കുക ഒന്നുമല്ല. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പ്രകൃതി കനിഞ്ഞു തരുന്നതാണ്. അവിടെ നമുക്ക് ഈ അന്നങ്ങളുടെ പ്രാധാന്യം അതിപ്രധാനമാണ്. അന്നങ്ങളുടെ ചേർച്ച അതിപ്രധാനമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, സൗന്ദര്യം വേണമെന്നുണ്ടെങ്കിൽ പ്രകൃതിക്ക് അനുകൂലമാകുക എന്ന് തന്നെയാണ്. പ്രകൃതി നിയമാനുസൃതമായി സകലരും ജീവിച്ചു തുടങ്ങുക. തലമുറ കഴിയും തോറും സൗന്ദര്യധാമങ്ങളായി നമ്മളെ പ്രകൃതി മാറ്റിക്കൊള്ളും. അതാണ് ഒന്ന്. മറ്റൊന്ന് ഭാഷ, തനത് ഭാഷ. അത് സൗന്ദര്യം തരുന്ന ഒന്നാണ്. മറ്റൊരു ഭാഷ ഉപയോഗിക്കുന്നതല്ല. മറ്റൊരു ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഒരു കാര്യമില്ല. മറ്റൊരു ഭാഷ ഉപയോഗിക്കുന്നതിൽ നമുക്ക് സൗന്ദര്യം ഉണ്ടാവില്ല. ഭാഷ, സ്വന്തം ഭാഷ, അവന്റെ മാതൃഭാഷ, ആ മാതൃഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിനൊരു സൗന്ദര്യമുണ്ട്. മാതൃഭാഷയ്ക്കൊരു സൗന്ദര്യമുണ്ട്. അപ്പോൾ ഭാഷ തനത് ഭാഷയായിരിക്കാൻ ശ്രമിക്കണം. ഭാഷയിൽ നിന്നും ഓടിപ്പോവരുത്, നാട്ടിൽ നിന്നും ഓടിപ്പോവരുത്. നമ്മുടെ വെള്ളവും മണ്ണും
നമ്മളുടെ ഭക്ഷണവും എല്ലാം നമ്മളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ്. സംഗീതം, ശബ്ദ സൗകുമാര്യം, സൗന്ദര്യം, ശബ്ദത്തിന്റെ സൗന്ദര്യം, അത് സംഗീതമാണ്. ആ സംഗീതം സൗന്ദര്യം തരുന്ന ഒന്നാണ്. അതായത് ഭാഷ, നമ്മളുടെ ഭാഷ സൗന്ദര്യം തരുന്ന ഒന്നാണ്. സംഗീതം സൗന്ദര്യം തരുന്ന ഒന്നാണ്. ഭൂഷൺ എന്ന് പറയുന്നത് വസ്ത്രധാരണമാണ്. വസ്ത്രധാരണം ഒരു സൗന്ദര്യം തരുന്നതാണ്. അപ്പൊ വസ്ത്രധാരണം ഒരു സൗന്ദര്യം തരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു കൊണ്ടുപോകണം. എന്തിനാണ് വസ്ത്രധാരണം? ഒരു വേറൊരു വിഷയമാണ്, അതിലേക്ക് നമ്മൾ പോണില്ല. പക്ഷെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, വസ്ത്രധാരണം സൗന്ദര്യത്തിന്റെ മാറ്റു കൂട്ടുമെങ്കിൽ അത് നല്ലത് തന്നെയാണ്. വേണ്ട രീതിയിൽ വേണ്ടതുപോലെ വസ്ത്രം ധരിച്ച് സൗന്ദര്യം കൂട്ടാവുന്നതേ ഉള്ളൂ. മറ്റൊന്ന് അർച്ചന പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ അവയവങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് ചർമ്മത്തിൻ്റെതാണ്, ത്വക്കിൻ്റെതാണ്. അപ്പൊ ആ ത്വക്കിന് സൗന്ദര്യം എന്നല്ല പറയുക, ചർമ്മകാന്തി എന്നാണ് പറയുക. കാന്തി, ചർമ്മകാന്തി, അതായത് കാന്തം പോലെ ആ സൗന്ദര്യം അങ്ങ് ആകർഷിക്കും. ആ സൗന്ദര്യം ആരെയും ആകർഷിക്കും. ആ സൗന്ദര്യം, ഇതിന്റെ തിളക്കം, ത്വക്കിന്റെ തിളക്കം. ഈ ത്വക്കിന്റെ തിളക്കം കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായതാണ് വാട്ടർ സോളുബിൾ ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയുന്ന അവോക്കാഡോയിലുള്ള ഒരു ഫാറ്റ്. അല്ല, വാട്ടർ സോളുബിൾ ആണ്. കോശങ്ങളിൽ വെള്ളം പിടിച്ചു നിർത്താൻ അതിന് പറ്റും. ആ വെള്ളവും ഫാറ്റും ചേർന്നുണ്ടാകുന്ന ഒരു തിളക്കം, അത് ത്വക്കിന്റെ സൗന്ദര്യം കൂട്ടുന്ന ഒന്നാണ്. അപ്പൊ ത്വക്കിന്റെ ആ സ്നിഗ്ധത, തിളക്കം, ചർമ്മകാന്തി എന്ന് പറയുന്നത് അതാണ്. അനുയോജ്യമായ ഫാറ്റ് അവോക്കാഡോയാണത്, യാതൊരു സംശയമില്ല. കാരണം ഞാൻ ഇതിന്റെ സ്റ്റഡി റിപ്പോർട്ട് കണ്ടതാണ്, സയന്റിഫിക് സ്റ്റഡി റിപ്പോർട്ട് കണ്ടതാണ്. സ്പെയിനിലെ, സ്പാനിഷ് ഭാഷയിലായിരുന്നു എന്ന് മാത്രം. അത് സ്പെയിനിൽ 100 കണക്കിന് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നതാണ് സൗന്ദര്യവുമായി ബന്ധപ്പെട്ടിട്ട്. ഈ അവോക്കാഡോ എന്ന് പറയുന്ന ഒറ്റ ഫ്രൂട്ട് 100 കണക്കിന് ലാബുകളിൽ അതിശക്തമായി ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് അത് നിലനിർത്തണം. കൃത്യമായി നമ്മുടെ ഫാറ്റ് വാട്ടർ സോളുബിൾ ഫാറ്റാണ്. മനുഷ്യ ശരീരത്തിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഫാറ്റ് എന്ന് പറയുന്നത് വാട്ടർ സോളുബിൾ ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ടതാണ്. അത് അവോക്കാഡോയിലുള്ളതാണ്. അത് കഴിച്ച് നമ്മളുടെ HDL, കൊളസ്ട്രോളില് HDL-ഉം LDL-ഉം ഉണ്ട്. ഞാൻ വളരെയധികം പേഷ്യൻസിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. HDL 70 നിൽക്കുന്നവരുടെ ത്വക്കിന് നല്ല തിളക്കമുണ്ട്. 70 നിൽക്കുന്നതെങ്കിൽ ഇത് വയസ്സായി കഴിഞ്ഞാലും ത്വക്കിന് ചുളിവ് പോലും വരാണ്ടിരിക്കും. അപ്പോ ത്വക്കിന്റെ പ്രാധാന്യം, ത്വക്കിന്റെ തിളക്കം, സൗന്ദര്യം, ആളുകളെ ആകർഷിക്കാൻ ഉപകരിക്കുന്നുണ്ടാണ്. അപ്പൊ അത് നമുക്ക് ധാരാളം കഴിക്കാൻ പറ്റണം. ഇവിടെ കിട്ടുക എന്നുള്ളതാണ്. ഇന്നലെ ആരാണ്ട് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, അവരുടെ വിദേശ രാജ്യങ്ങളിൽ എവിടുന്നോ ഏതോ ഒരു രാജ്യത്ത് നിന്ന് വിളിച്ചതാണ്. അവിടെ 20 രൂപയേ ഉള്ളൂ അവോക്കാഡോയ്ക്ക്. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് കയറ്റി അയക്കാൻ പാടില്ലേ? ഇവിടെ എത്ര രൂപയാണ്? 20 രൂപ വരുന്ന വില കുറഞ്ഞ ഫ്രൂട്ടായിട്ട് അവിടെ കിട്ടുന്നു. നമുക്ക് ധാരാളം വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഭയങ്കര ഡിമാൻഡ് വരുന്ന ഒന്നാണ്. ഇപ്പൊ HDL 70 ആക്കി നിർത്താൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഫാറ്റാണ് അവോക്കാഡോയിലുള്ളത്. അതുകൊണ്ട് അത് നമുക്ക് എടുക്കാം. നമ്മൾ ഫ്ലാക്സ് സീഡിൽ നിന്ന് എടുക്കുന്നുണ്ട്, മീനിൽ നിന്നും എടുക്കുന്നുണ്ട് 70ലേക്ക് കൊണ്ടുവരാൻ. അത് തരുന്ന തിളക്കമായിരിക്കില്ല അവോക്കാഡോ കഴിച്ച് കിട്ടുന്ന തിളക്കം. കാരണം എള്ളിലുള്ളത് നമുക്ക് വിധിച്ച ഫാറ്റല്ല, മീനിൽ നിന്നും കിട്ടുന്ന omega-3 നമുക്ക് വിധിച്ച ഫാറ്റല്ല. നമുക്ക് വിധിച്ച ഫാറ്റ് എന്ന് പറയുന്നത് അവോക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ടിൽ തന്നെ കിട്ടണം. ഇനി എന്തൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ നമ്മളെ സൗന്ദര്യം നിലനിർത്താൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ആഴ്ചയിൽ ഒരിക്കൽ, സാധാരണഗതിയിൽ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണത്, നാൽപ്പാമര തൈലം തേച്ച് കുളിക്കുക. എണ്ണ തേച്ച് കുളി എന്ന് പറയുന്ന ഒരു സാധനം. നാൽപ്പാമര തൈലം ഗുണകരമായ ഒരു കാര്യമാണ്. വളരെയധികം ത്വക്കിന് സംരക്ഷണം. ആഴ്ചയിൽ ഒരിക്കൽ മതി. അത് സോപ്പ് ഉപയോഗിക്കാതെ കടലമാവ് ഉപയോഗിച്ച് തേച്ചു കുളിക്കുക എന്നുള്ളതാണ്.
അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഒരു നമുക്ക് എടുക്കാൻ പറ്റും. ഇഞ്ചയോ വാഴയില, പച്ച വാഴയില പിച്ചെടുക്കുന്ന, ചകിരി പോലെ ആക്കി എടുക്കുന്ന ഇലയോ കൊണ്ട് കടലമാവ് ഉപയോഗിച്ച് തേച്ച് കുളിക്കുക എന്നുള്ളത് ഗുണകരമായ, ത്വക്കിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ, ശരീരത്തിന്റെ ഷേപ്പ് നിലനിർത്തി പറ്റും. ഷേപ്പ് നിലനിർത്താൻ മോഡറേറ്റ് ആയിട്ടുള്ള എക്സർസൈസ്, അല്ലാതെ ജിംനേഷ്യത്തിൽ പോയുള്ള എക്സർസൈസ് അല്ല, മോഡറേറ്റ് ആയിട്ടുള്ള നല്ല എക്സർസൈസുകൾ കൂടിയേ കഴിയും. അത് ദൈനംദിനം ചെയ്തേ പറ്റും. ദൈനംദിനം ചെയ്ത് എക്സർസൈസ് ചെയ്ത് ബോഡിയുടെ ഷേപ്പ് നഷ്ടപ്പെടാതെ നിലനിർത്തണം. ഇനി പൊണ്ണത്തടി ഒരു സൗന്ദര്യത്തിന്റെ ലക്ഷണമല്ല, മെലിച്ചിലും ഒരു സൗന്ദര്യത്തിന്റെ ലക്ഷണമല്ല. പൊണ്ണത്തടി കുറക്കാനായിട്ട്, പൊണ്ണത്തടി ഉണ്ടെങ്കിൽ സാധാരണ ഇപ്പൊ പൊണ്ണത്തടി പ്രശ്നമല്ല, ചില ഇത് ഞാൻ കണ്ടു, പൊണ്ണത്തടി പ്രശ്നമല്ല, പൊണ്ണത്തടി ഉള്ളത് ഒരു ഭയങ്കര അനുഗ്രഹമായിട്ട് പറയുകയും അത് വെച്ചിട്ട് ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന പെണ്ണുങ്ങളുടെ ഇത് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റാണ്. പൊണ്ണത്തടി രോഗമാണ്. പൊണ്ണത്തടി സൗന്ദര്യം തരുന്ന ഒന്നല്ല. ബോഡിയുടെ ഷേപ്പ് നിലനിർത്തി, വണ്ണം കുറച്ച് ഷേപ്പ് നിലനിർത്തിയുള്ള ഒരു ശരീരമാണ് സൗന്ദര്യത്തിന്റെ മാനദണ്ഡം. ഇപ്പൊ പൊണ്ണത്തടി, ഇനി മെലിഞ്ഞു പോയാൽ അത് സൗന്ദര്യ ലക്ഷണമല്ല. ഇപ്പൊ പ്രകൃതി ചികിത്സയിൽ വരുമ്പോഴത്തേക്ക്, പ്രകൃതി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എഴുന്നേക്കാൻ മേലാത്ത വിധത്തിൽ ആടി നടക്കുന്ന മനുഷ്യര്, എനിക്കൊരു കുഴപ്പമില്ലെന്നായിരിക്കും അവർ പറയുക. അത് സൗന്ദര്യമില്ല. സൗന്ദര്യം തരാത്ത ഒരു ചികിത്സയെ ഒരു മനുഷ്യനും സ്വീകരിക്കുമായിരിക്കും. ബിലോ 1% സ്വീകരിക്കായിരിക്കും. ഒരു ചികിത്സ നമ്മൾ എടുത്താൽ അത് സൗന്ദര്യം തരുന്നതായിരിക്കണം. പ്രകൃതി ചികിത്സയുടെ പരാജയം ഞാൻ കണ്ടത് അവിടെയാണ്. അതായത് അത് സൗന്ദര്യം പ്രദാനം ചെയ്യുന്ന ഒന്നല്ല. ഈ മെല്ലിച്ചിരുന്നു പോകുന്ന, ഉണങ്ങി കമ്പ് പോലെ ഇരിക്കുന്ന ഒന്നായിട്ട് മാറുന്നു. അതുകൊണ്ട് വണ്ണം ആവശ്യത്തിന് ഉണ്ടാകാനുള്ള നടപടി എടുക്കാൻ പറ്റും. അതില് ഞാൻ എൻ്റെ പേഷ്യൻസിനെ കൊടുത്തിട്ടുള്ളത്, കാരണം ചില അമ്മമാര് കുട്ടികളെ കൊണ്ടുവരും, കല്യാണമായി, ഇവർക്ക് വണ്ണയില്ല, ഒന്ന് വണ്ണം വെപ്പിച്ച് കിട്ടാനായിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കൊടുക്കുന്ന സാധനങ്ങള്, ഒന്നാമതായിട്ട് ഞാൻ കൊടുക്കുന്നത് 3 നേരം കഴിക്കുന്ന ചോറിനോടൊപ്പം 4ാമതൊരു നേരവും കൂടി കാച്ചില് പുഴുങ്ങി എന്തെങ്കിലും കറി കൂട്ടി കഴിക്കാൻ പറയും. കാച്ചിനകത്ത് കോർട്ടിസോൺ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് വണ്ണം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ അഡീഷണൽ ആയിട്ട് അരിഭക്ഷണം കൂടാതെ, അരിഭക്ഷണത്തോടൊപ്പം നമുക്ക് കാച്ചിലും കൂടി കൊടുക്കണം. ഇനി വണ്ണം കൂടിയവർക്ക് അരിഭക്ഷണം ഉപേക്ഷിച്ചിട്ട് മില്ലറ്റിലേക്ക് മാറണം. മില്ലറ്റിലേക്ക് മാറിയാൽ ആ വണ്ണം കുറയും. അമിതവണ്ണം ചില രോഗങ്ങൾ കൊണ്ടുണ്ടാകും. തൈറോയ്ഡ് പ്രോബ്ലം കൊണ്ടുണ്ടാകും. അങ്ങനെ തൈറോയ്ഡ് പ്രോബ്ലം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ തൈറോയ്ഡ് രോഗം അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് നിലനിർത്താൻ അയഡിൻ കണ്ടന്റ് ഉള്ള അകത്തിയും മില്ലറ്റിലേക്ക് 3 നേരവും മില്ലറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ 100% ഏത് വണ്ണവും കുറയും. എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള സകലതും കുറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ചെയ്യുന്ന പോലെ കുറഞ്ഞിട്ടുണ്ട്. വണ്ണം കൂടാനും ഈ നല്ല വണ്ണം കൂടുക കുറയും, അത് സന്തുലിതമായി നിൽക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമില്ല, pH അത് സന്തുലിതമായിരിക്കണം. അപ്പൊ വണ്ണം ഒരു മോഡറേറ്റ് ആയി നല്ല രീതിയിൽ, നല്ല ഷേപ്പിൽ നമുക്ക് നിലനിർത്തണം. അതിന് കാച്ചില്, അവക്കാഡോ അതാണ് നാടൻ പശുവിന്റെ വെണ്ണ. തൽക്കാലം പിന്നെ ഉപയോഗിക്കാം. നാടൻ പശുവിന്റെ വെണ്ണയും കൊടുക്കാറുണ്ട്. തൈരും ചോറും കൂടി കൊടുക്കാറുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കുന്നതിൽ നല്ല കട്ട തൈര് നല്ലോണം എടുത്തിട്ട് ചോറ് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വണ്ണം വെച്ചിട്ടുണ്ട്. അതായത് അവരെ കാണാൻ ഒരു അഴക് തോന്നുന്ന തരത്തിലേക്ക് അത് വന്നിട്ടുണ്ട്. മുടിയുടെ കരുത്ത് ശരിയാണ്, സൗന്ദര്യ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. അതില് നമുക്ക് വേണ്ടത് യഥാർത്ഥ പ്രോട്ടീൻ കൊടുക്കാൻ കഴിയണം. മുടി എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ബൈ പ്രൊഡക്റ്റ് ആണ്. പ്രോട്ടീൻ നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ, നമ്മുടെ ഡെഡായി പോകുന്ന കോശങ്ങളിൽ നിന്നും പുറത്തേക്ക് കളയുന്ന ഒരു വേസ്റ്റ് പോലെ കണക്കാക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് വേണേൽ പറയാം. ബൈ പ്രൊഡക്റ്റ് ആണ് മുടി. ഇപ്പൊ ഇത് വരണമെന്നുണ്ടെങ്കിൽ നിലക്കടല പ്രോട്ടീനാണ്. നല്ല നിലക്കടല നമുക്ക് പ്രോട്ടീനാണ്.
പിന്നെ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ വഴിതെറ്റിയാണെങ്കിലും ഈ ആളുകൾക്ക് ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് വരാലിന്റെ പ്രോട്ടീനാണ്. മത്സ്യങ്ങളിൽ വരാലിന്റെ പ്രോട്ടീൻ കൊടുക്കാറുണ്ട്. ബട്ടർ ബീൻസ് എന്ന് പറയുന്ന ഒരു ബീൻസ് മൂന്നാർ ഏരിയയിൽ കിട്ടും. അതും നല്ല ഒരു സാധനമാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് റോയൽ ജെല്ലി എന്ന് പറയുന്ന തേനീച്ചയുടെ എടുക്കുന്ന റോയൽ ജെല്ലി. ഇതും നല്ല പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ നമുക്ക് ആവശ്യത്തിന് യഥാർത്ഥ പ്രോട്ടീൻ നമുക്ക് കിട്ടണം. ഫ്രൂട്ടിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ കിട്ടണം. ഇതിന് ഏക ഫ്രൂട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 7% പ്രോട്ടീൻ കിട്ടുന്ന ഫ്രൂട്ട് കണ്ടിട്ടുള്ളത് വുഡ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൽ നിന്നാണ്. ഇത് നമുക്ക് ആവശ്യാനുസരണം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്, സുലഭമല്ല മാർക്കറ്റിൽ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വരാല്, ഈ പിന്നെ റോയൽ ജെല്ലി, കപ്പലണ്ടി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളിലേക്ക്, നിലക്കടല എന്ന് പറഞ്ഞ സാധനങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. മുടിയുടെ കറുപ്പ് നൽകുന്നത് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. ഈ മെലാനിൻ പിഗ്മെന്റ് നമ്മുടെ നല്ല ത്വക്കിന്റെ നിറം നിലനിർത്തുന്നതും ഇതെല്ലാം മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഈ മെലാനിൻ പിഗ്മെന്റ് ആവശ്യത്തിന് കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ട്രയൽ ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ആവശ്യത്തിന് മെലാനിൻ കൊടുക്കാൻ, കാരണം വെള്ളപ്പാണ്ടുകാർക്ക് മെലാനിൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്നേ വരെ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആവശ്യത്തിന് ശ്രമം നടത്തി. ഇനി ആരെങ്കിലും ഒത്തു വന്നാൽ ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ ഇറക്കും. കാരണം അതിൻ്റെ വഴി പഠിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ മെലാനിൻ എങ്ങനെ എത്തിക്കാം. കാരണം നമ്മുടെ തെറ്റായ ജീവിത രീതി കൊണ്ട് ഈ മുടി എന്ന് പറയുന്നത് ഒരു കുഴലാണ്. ആ കുഴലിലേക്ക് മെലാനിൻ പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ വേണം. ഓരോ മുടിയുടെ അടിയിലും ഒരു ഇലക്ട്രിക് മോട്ടോർ വേണം. ഈ മോട്ടോർ കേടായാലും മെലാനിൻ ഉണ്ടെങ്കിൽ പോലും മുടി വെളുത്തു പോകും, ത്വക്ക് വെളുത്തു പോകും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള, അത് അസിഡിറ്റി കൊണ്ട് വരുന്നതാണ്. അസിഡിറ്റി മാറ്റി എടുത്തു കഴിഞ്ഞാൽ അതുണ്ടാവില്ല. പക്ഷെ മെലാനിൻ പുറമേ നിന്നും നമുക്ക് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇച്ചിരി പ്രയാസമാണ്. നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സാധ്യതയുണ്ട്. അതിനൊരു ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കാൻ നമുക്ക് ഭാവിയിൽ കഴിയും. കാരണം വരാലിന്റെ ഉള്ളിൽ മെലാനിൻ കയറ്റാനുള്ള ഒരു പരിശ്രമം ഒരു സയന്റിസ്റ്റുമായിട്ട് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രായോഗികമായി ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ അത് വരുത്താൻ ശ്രമിക്കാം എന്നൊക്കെയാണെന്നുള്ളതേ ഉള്ളൂ. കണ്ണിന്റെ കറുപ്പ്, കണ്ണിന്റെ തിളക്കം നല്ലതായിട്ട് വരേണ്ടതുണ്ട്. ഇതിന് സാധാരണ കൺമഷി എഴുതുന്നത് നല്ലതാണ്. മോഡേൺ മെഡിസിൻ അത് അംഗീകരിക്കുന്നില്ല. കുട്ടികളുടെ കണ്ണിൽ കരി കുത്തി തേക്കരുത് എന്ന് പറയാറുണ്ട്. എന്നാൽ കൺമഷി എന്ന് പറയുന്നത് നാനോ കാർബൺ ആണ് കൺമഷി. പണ്ട് കാലത്ത് അമ്മമാര് കൺമഷി എഴുതി, കുട്ടികളെ കൺമഷി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ശരിയായ ഒരു സാധനമാണ്. നാനോ കാർബണിന്റെ ബന്ധത്തെ പറ്റി, നാനോ കാർബൺ എന്താണ് ചെയ്യുന്നതിനെ പറ്റി പരിഗണിക്കാതെ വന്നത് കൊണ്ട് മാത്രമാണ് ആധുനിക ശാസ്ത്രം അതിനെ കുട്ടികളുടെ കണ്ണിൽ കരി കുത്തി തേക്കരുത് എന്ന് പറയാൻ കാരണം. കണ്ണെഴുതണം. കൺമഷി, നല്ല കൺമഷി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ജെറിന്റെ മേൽനോട്ടത്തിൽ നല്ല ഒന്നാന്തരം കൺമഷി ഉണ്ടാക്കിയിട്ടുണ്ട്. വീടുകളിൽ കൺമഷി ഉണ്ടാക്കാം, യാതൊരു പ്രശ്നവും. ആ കൺമഷി ഉണ്ടാക്കുന്നതിന്റെ വഴികളുണ്ട്. അതില് ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മളുടെ കയ്യൂന്നിയാണ്. കയ്യൂന്നി നീരിൽ തിരി മുക്കി ഉണക്കി, വീണ്ടും മുക്കി ഉണക്കി, പല പ്രാവശ്യം മുക്കി ഉണക്കി, കയ്യൂന്നി നീരിൽ മുക്കി ഉണക്കി എടുത്ത തിരി നല്ലെണ്ണയിൽ കത്തിച്ച് അതിൽ നിന്നും വരുന്ന പുക ഒരു പിഞ്ഞാണ പാത്രത്തിൽ എണ്ണ തേച്ച് പിടിച്ചെടുക്കും. അതാണ് കൺമഷിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സൂര്യന്റെ എനർജിയെ ശേഖരിച്ച് കണ്ണിന് കൊടുക്കാൻ ആ നാനോ കാർബണിനെ സഹായിക്കുന്നതാണ്. കണ്ണ് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് കൺമഷി എഴുതുന്നത് നല്ലതാണ്. എഴുതാം, ആണും പെണ്ണും എഴുതാം. കണ്ണിന്റെ തിളക്കം ജീവന്റെ ശക്തിയാണ്. അതായത് കണ്ണിന്റെ തിളക്കം
ജീവശക്തി പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ജീവശക്തിയെ പ്രകടമാക്കുന്നതാണ് കണ്ണിന്റെ തിളക്കം. ജീവശക്തി എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിന്റെ കരുത്താണ്. ആ സൂക്ഷ്മ ശരീരത്തിന് കരുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ശരീരത്തിനുള്ള അന്നം കൂടി കിട്ടണം. അല്ലെങ്കിൽ 33 വയസ്സിന് ശേഷം ആ ജീവശക്തി റെഡ്യൂസ് ചെയ്ത് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശംഖൊലി എന്ന് പറയുന്ന ഒരു എക്സർസൈസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവശക്തിയെ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ കരുത്തുറ്റതാക്കി നിർത്താൻ പറ്റുമോ, അത് റെഡ്യൂസ് ചെയ്തു പോകാതെ നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ് ശംഖൊലി. അതായത് ആന്തരിക ആകാശത്തിൽ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ശംഖൊലി. അത് സൂക്ഷ്മ ശരീരത്തിനുള്ള അന്നമാണ്, ഡയറക്റ്റ് എനർജിയാണ്. ആ ഡയറക്റ്റ് എനർജി അതിന് വേണം. അത് കൂട്ടിയാൽ കണ്ണിന് തിളക്കം വരേണ്ടതാണ്. കണ്ണിന് തിളക്കം വരുമെങ്കിൽ, ശംഖൊലി ചെയ്ത് വരുമ്പോൾ കണ്ണിന് നല്ല തിളക്കം വരുന്നുവെങ്കിൽ നമ്മളുടെ അന്വേഷണം ശരിയാണ് എന്ന് വരാം. ത്വക്കിന്റെ നിറം, തിളക്കം നേരത്തെ പറഞ്ഞു, നിറം തീരുമാനിക്കുന്നത് ലിവറാണ്. ലിവർ. അപ്പൊ ലിവറിന്റെ കരുത്തുറ്റതാക്കി നിർത്തിയേ പറ്റൂ. ലിവർ വളരെ ശക്തമുള്ളതാക്കി കരുത്തുറ്റതാക്കി അതിന്റെ ഫങ്ഷൻ കറക്റ്റ് ചെയ്തേ പറ്റൂ. അതിനാണ് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്നത് കുടിവെള്ളം, പൂവരശിട്ട വെള്ളം. പൂവരശിന്റെ ഇല 4 എണ്ണം 10 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചത് ഒരു ദിവസം കുടിക്കുക എന്ന് പറയുന്നത് ലിവർ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഒപ്പം വിറ്റാമിൻ ബി കോംപ്ലക്സ് വിത്ത് വിറ്റാമിൻ സി ടാബ്ലറ്റും കൊടുക്കും. അത് വിറ്റാമിൻ ബി വേണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെ കൊടുക്കാൻ പറ്റുന്നവർക്ക് പച്ച നെല്ലിന്റെ ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുത്ത പച്ച നെല്ലിന്റെ തവിട്, നല്ല വിറ്റാമിൻ, എല്ലാ വിറ്റാമിൻ കോംപ്ലക്സ് മുഴുവൻ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അത് ത്വക്കിന്റെ നിറവും മുടിയുടെ നിറവും ഒക്കെ നന്നായിട്ട് നമുക്ക് നിലനിർത്താൻ ഉതകുന്ന 2 വിദ്യകളാണ്. ലിവർ കറക്റ്റ് ചെയ്യാനായിട്ടും കരുത്തുറ്റതാക്കി നിർത്താനും പറ്റിയ ഒരു പൂവുണ്ട്, മഞ്ഞമന്ദാരത്തിന്റെ പൂവ്. ആ മന്ദാരപ്പൂവിന്റെ പൂവ് ഒരു 8-10 എണ്ണം കഴിക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന്, ഈ പൂവിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് നമ്മള് കാശ്മീരിൽ നിന്ന് വരുന്ന പൂവ് നമ്മൾ നല്ല കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ പാലിൽ ചേർത്ത് കൊടുക്കുന്ന പൂവ്. ഇതിനേക്കാളും നല്ല പൂവാണ് ചെമ്പരത്തിയുടെ പൂവ്. ചെമ്പരത്തി പൂ തരുന്ന നിറം ഒരു പിഗ്മെന്റ് പോലെ തന്നെ, ഒരു മെലാനിൻ പിഗ്മെന്റ് പോലെ തന്നെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ് ചെമ്പരത്തിപ്പൂ. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് ഒരു 8-10 ചെമ്പരത്തിപ്പൂവിന്റെ ഇതളുകൾ ഇട്ട് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ നിറം നാരങ്ങ വെള്ളത്തിലേക്ക് ഇറങ്ങും. പിന്നെ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് മധുരം ഉണ്ടാക്കാം, തേൻ ചേർത്ത് മധുരം ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നത് ത്വക്കിന്റെ നിറം നിലനിർത്താൻ ഉതകുന്ന ഒന്നാണ്. അപ്പൊ എത്ര കാര്യമായി. പിന്നെ നേരത്തെ അർച്ചന പറഞ്ഞത് മനസ്സിന്റെ കാര്യമാണ്. ശാന്തമായ മനസ്സ്, നന്മയും വിശാലതയുമുള്ള മനസ്സ്, അത് ശരീര സൗന്ദര്യം കൂട്ടുന്ന ഒന്നാണ്. ശാന്തമായിരിക്കണം, മനസ്സെപ്പോഴും ശാന്തമായിരിക്കുക. അതിന്റെ വിശാലമായ കാഴ്ചപ്പാടുണ്ടാകണം, നന്മയുണ്ടാകണം. അത് ശരിക്കും നിഷ്പക്ഷമായി നന്മയുള്ള മനസ്സ്, അത് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. അത് നിലനിർത്താൻ കഴിഞ്ഞാൽ പകയും വെറുപ്പും വിദ്വേഷവും കുറ്റബോധവും ഭയവും എല്ലാം ഉള്ള മനസ്സിന് മുഖം വികൃതമായി പോകും, യാതൊരു സംശയമില്ല. സൗന്ദര്യം ആ പ്രദേശത്ത് ഉണ്ടാവില്ല. ആ പ്രദേശത്ത് പോലും ഒട്ടെടുക്കാൻ പോലും ഒന്നും ഉണ്ടാവില്ല. പക, വിദ്വേഷം, വെറുപ്പ്, ഭയമില്ലാത്ത മനസ്സ്, കുറ്റബോധമില്ലാത്ത മനസ്സ്, വെറുപ്പും വിദ്വേഷവും പകയും വിദ്വേഷവും ഇല്ലാത്ത മനസ്സ്, അതിന്
ശരീരത്തിന്റെ അസുഖം മാറ്റാനും സൗന്ദര്യം കൂട്ടാനും ഉതകുന്നതാണ്. അപ്പൊ സൂക്ഷ്മ ശരീരത്തിനുള്ള ആ ഒരു കരുത്ത്, അതിന്റെ നിലപാട്, നന്മ, ഇതെല്ലാം ശരീരത്തിനെ ബാധിക്കുന്നതാണ്. മനസ്സും ശരീരവും നേർബന്ധമുള്ളതാണ്. അപ്പോ നമ്മളുടെ സൂക്ഷ്മ ശരീരം കരുത്തുറ്റതാക്കി നിർത്താനും നന്മയുള്ളതാക്കി നിർത്താനും അറിവുള്ളതാക്കി നിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഉള്ള മനോബുദ്ധി ലയം എന്ന് പറയുന്ന സന്നിധാന ധ്യാനവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സന്നിധാന ധ്യാനം സൗന്ദര്യം കൂട്ടുന്ന ഒന്നാണ്, ശാന്തമാക്കുന്നതാണ്, മനസ്സിനെ ശാന്തമാക്കുന്നതാണ്, മനസ്സിലേക്ക് ഈ പ്രാപഞ്ചിക അറിവുകളെ മുഴുവൻ കൊണ്ടുവരാൻ ഉതകുന്ന ഒന്നാണ്. അപ്പൊ സന്നിധാന ധ്യാനം ചെയ്യണം, ശംഖുലി ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ ശ്രമിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ സൗന്ദര്യം, മനസ്സിന്റെ സൗന്ദര്യം കൂട്ടണം. ആത്മശരീരത്തിന്റെ കാര്യം പറഞ്ഞു. ആത്മശരീരം, ആത്മാവ് എന്ന് പറയുന്നത് ആനന്ദമാണ്. ആനന്ദത്തോടെ നമുക്ക് ഇരിക്കാൻ കഴിയുക, എപ്പോഴും ആനന്ദത്തോടെ ഇരിക്കാൻ കഴിയുക. നമ്മുടെ ഉള്ളിലും പുറത്തും ആനന്ദമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അനുഭവിക്കാൻ കഴിയുന്നതിന്റെ കാര്യം നമ്മൾ പ്രകൃതിയിൽ നിന്നും ഒരുപാട് അകന്നു പോയത് കൊണ്ടാണ്, പ്രകൃതി നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, പ്രകൃതിക്ക് അനുകൂലമാകുക എന്നുള്ളതാണ് ഇതിനൊരു പോംവഴി. ഇപ്പൊ സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ വേണ്ട, ആളുകൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതൊന്നുമാണ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പണ്ട് ക്ലാസ്സിൽ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളതാണ്, ഒരു പ്രാവശ്യം പറഞ്ഞു പോയിട്ടുള്ളതാണ്. ആപേക്ഷികമല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആപേക്ഷികമല്ല, അതായത് ഏതെങ്കിലും ഒരു അവയവത്തിന്റെ സൗന്ദര്യം വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. ഇതൊരു ഹോൾസം സാധനമാണ്. ആ ഒരു വ്യക്തിയുടെ സൗന്ദര്യവും മനസ്സിന്റെയും ശരീരത്തിന്റെയും സൗന്ദര്യം ആ കുടുംബത്തിന്റെ സൗന്ദര്യമാകും, അത് ബാഹ്യപ്രകൃതിയുടെ സൗന്ദര്യമാകും. ആ ബാഹ്യപ്രകൃതി സൗന്ദര്യമുള്ളതാക്കി നിർത്താൻ, മനുഷ്യരും നന്മയുള്ള മനുഷ്യരാക്കി മാറ്റിയെടുക്കാൻ, അതിനാണ് സാമൂഹ്യ സേവനം. സാമൂഹ്യ സേവനം അതിനാണ്. ആ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ, ചുറ്റുവട്ടത്തുള്ള മനുഷ്യര് രോഗികളാണെങ്കിൽ നമ്മളും രോഗികളാകും. ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെല്ലാവരും ആരോഗ്യമുള്ളവരാണെങ്കിൽ നമ്മളും ആരോഗ്യമുള്ളവരാകും. ചുറ്റുവട്ടത്തുള്ള ബാഹ്യപ്രകൃതിയിലെ മനുഷ്യരെല്ലാം സൗന്ദര്യമുള്ളവരാണെങ്കിൽ നമ്മളും സൗന്ദര്യമുള്ളവരാകും. കാരണം ആന്തരിക പ്രകൃതിയും ബാഹ്യപ്രകൃതിയും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള ഇക്കോളജി തത്വം ഇവിടെ പ്രസക്തമാണ്. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ പ്രകൃതി സൗന്ദര്യമുള്ളതാക്കി, ചുറ്റുപാടുകളെ സൗന്ദര്യമുള്ളതാക്കി, വിധിച്ചതാക്കി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഒരു പ്രതിനിധി എന്ന നിലയിൽ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചൊല്ലുന്നത്, പ്രതിനിധിയായി എന്നെ മാനിക്കണമെന്ന്. ആത്മാവിന്റെ അഭിലാഷം, ആത്മാവിന്റെയും പരമാത്മാവിന്റെയും പരമാംബികയുടെയും അഭിലാഷം നടപ്പിലാക്കാനായിക്കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ രൂപം കൊണ്ടിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. അത് പാലിച്ചുകൊണ്ട് വളരെ ശാന്തമായി, സമാധാനത്തോടെ, സംതൃപ്തിയോടെ, ആഘോഷത്തോടെ, ആനന്ദത്തോടെ ജീവിക്കാനുള്ള മണ്ണാണിത്, ഭൂമിയാണിത്. അങ്ങനെ നമുക്ക് ആകുന്നില്ല എങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം മനുഷ്യൻ്റെത് തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ തിരുത്താൻ തയ്യാറാവുക, പ്രകൃതിക്ക് അനുകൂലമാകുക, പ്രകൃതിയെ പറ്റി പഠിക്കാൻ തുടങ്ങുക, ആ ശാസ്ത്രം വശത്താക്കുക. ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം സഹജമാണ്, ഇൻഹെറിറ്റഡ് ആണ്, ഇൻബോൺ ആണ്, എല്ലാവരിലും ഉള്ളതാണ്. അതിനെ ഉണർത്തുകയേ വേണ്ടൂ. ആരും ഉണ്ടാക്കണ്ട, മറ്റൊരാൾക്ക് അതിനെ ഉണർത്താനുള്ള നടപടികളാണ് നമ്മൾ ഇപ്പൊ ഇക്കോ ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഇതിനകത്ത് സംശയങ്ങൾ വല്ലതും തോന്നിയോ? ഞാൻ പറഞ്ഞതിൽ വല്ല കോൺട്രഡിക്ഷൻ വന്നോ, തെറ്റിയോ ഇല്ല എന്നുള്ളത് പറയുക.
അർച്ചന ഉദ്ദേശിച്ച കാര്യം വന്നോ? വന്നു മുഴുവൻ വന്നു പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. 10 ദിവസം തരാമെങ്കിൽ ഞാനിത് ഒന്നൊന്നായി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. കുടുംബത്തിന്റെ സൗന്ദര്യത്തെ പറ്റി ഒന്ന് പറയാവോ? അതും കൂടെ ഒന്ന് പറയാം. അതെ, കുടുംബത്തിന്റെ സൗന്ദര്യത്തെ പറ്റി കുടുംബത്തിന്റെ കൂടെ. സൗന്ദര്യം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ചേർച്ചയാണ്. മനസ്സിലായില്ലേ? ഒരു സംഘടനയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ സംഘടനയിലെ അംഗങ്ങളുടെ മനപ്പൊരുത്തം ചേർച്ചയുമാണ്. അപ്പൊ ഇതും അത് തന്നെയാണ് കുടുംബത്തിന്റെ എന്ന് പറഞ്ഞ അംഗങ്ങളുടെ ചേർച്ച. അംഗങ്ങളുടെ ചേർച്ച. ഒരു പൂവിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ഇതളുകളുടെ ചേർച്ചയാണ്. ഈ ചേർച്ചയാണ് പ്രധാനം. ചേർച്ചയാണ് പ്രധാനം. ഒരു സംഘടനയിൽ അംഗങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ ആ സംഘടനയിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? അടിയായിരിക്കില്ലേ ഉണ്ടാകുക. അപ്പൊ അവിടെ സൗന്ദര്യം ഉണ്ടാകുമ്പോൾ ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ പരസ്പര ബഹുമാനവും ചേർച്ചയും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബം സൗന്ദര്യമുള്ളതായിരിക്കുമോ? കുടുംബം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു യൂണിറ്റാണ്. കുടുംബത്തിന്റെ സൗന്ദര്യവും ആഘോഷവുമാണ് സമൂഹത്തിൻ്റെത്. വ്യക്തികളുടേത് വ്യക്തികളുടേതാണ് കുടുംബത്തിൻ്റെതാവുക, കുടുംബത്തിൻ്റെതാണ് സമൂഹത്തിൻ്റെത്. ഇതെല്ലാം ലിങ്ക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പൊ കുടുംബത്തിന്റെ സൗന്ദര്യം വരണം, എല്ലാവരും ചേർന്ന് നിൽക്കണം. എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ പറ്റുമോ? ചേർന്ന് നിൽക്കാൻ പറ്റണം. എപ്പോ? നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ മതി. മനുഷ്യന്റെ ബുദ്ധി എന്താണെന്ന് അറിയുക. എല്ലാ മനുഷ്യരിലും ഈശ്വരാംശം ഉണ്ടെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ആ ഈശ്വരാംശം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് മറ്റൊന്നല്ല, നമ്മുടെ ഉള്ളിലെ ബുദ്ധി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ എന്ന് ബോധത്തോടു കൂടി ചൊല്ലിയത്. മനസ്സിലായില്ലേ? അത് ഈശ്വരൻ തന്നെയാണ്. നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ഈശ്വരാംശമാണ്. ആ ഈശ്വരന്, ആ ബുദ്ധിക്ക് ഈ പ്രപഞ്ചത്തിലെ സകല അറിവുകളുമുണ്ട്. എല്ലാ മനുഷ്യരിലും എല്ലാ അറിവുകളും ഇരിപ്പുണ്ട് എന്ന് പറയാൻ കാര്യം എല്ലാ മനുഷ്യരിലും ആ ഈശ്വരാംശം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ ഈശ്വരാംശം മനസ്സിലേക്ക് ഇറങ്ങി വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മനസ്സ് ഈ ഈശ്വരനെ തേടി ആ ഈശ്വരൻ ഇരിക്കുന്ന ഇരിപ്പിടമായ സന്നിധാനത്തിലേക്ക് മനസ്സ് പോകാൻ പറഞ്ഞത്. മനസ്സ് പോയി ബുദ്ധിയുടെ അടുക്കൽ ഇരുന്നാൽ എന്തായി എന്നാണ് ഇക്കോളജി പഠിപ്പിക്കുക. ഇക്കോളജി പഠിപ്പിക്കുക എന്താ? ബുദ്ധി മനസ്സാകുകയും മനസ്സ് ബുദ്ധിയാകുകയും ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരം ഈശ്വരനായി തീരും. സന്നിധാന ധ്യാനത്തിലൂടെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ഈശ്വരനാക്കി മാറ്റാം, അതായത് ഡിവൈനാക്കി മാറ്റാം. അതിന് നിരന്തരമായ സാധന നമ്മൾ ചെയ്യേണ്ടി വരുന്നു. കാരണം നമ്മൾ വളർന്ന് വലുതായി വന്ന സാഹചര്യം അതല്ല, നമ്മൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്നങ്ങൾ അതല്ല. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ ആര് എന്നറിയണം എന്നുള്ളതാണ്. ഈശ്വരൻ ആരാണ്? ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്, വേറിട്ടൊന്നല്ല. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് ബുദ്ധി തന്നെയാണ്. ആ ബുദ്ധിയില് ഈ പ്രാപഞ്ചിക അറിവുകൾ മുഴുവൻ ഇരിപ്പുണ്ട്. കാരണം ഈശ്വരന് മുഴുവനും അറിയാം. അപ്പൊ നമ്മൾ പലരെയും പൊട്ട, ബുദ്ധിയില്ലാത്തവൻ, മണ്ടൻ എന്നൊക്കെ വിളിക്കാം. പക്ഷെ അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. അവന്റെ മനസ്സിലേക്ക് ഈ അറിവുകൾ ഇറങ്ങി വന്നില്ല എന്നേ ഉള്ളൂ. അവനിലെ ഈശ്വരൻ ഉണർന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഈശ്വരാംശത്തിനെ ഉണർത്തുന്ന പദ്ധതിയാണ് ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ശാസ്ത്രത്തെ ഉണർത്തുക എന്നാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഉണർത്തുക എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ആത്മീയതയുടെ സൗന്ദര്യം ഇരിക്കുക. ആത്മീയതയുടെ സൗന്ദര്യം, ആത്മശരീരത്തിന്റെ സൗന്ദര്യം ഇരിക്കുന്നത് അവിടെയാണ്. എല്ലാ മനുഷ്യരും അവന്റെ ഉള്ളിലുള്ള സൂക്ഷ്മ ശരീരം ഈശ്വരൻ തന്നെയാണെന്ന് അറിഞ്ഞ് അവരോട് ഇടപെടാൻ നമുക്ക് കഴിയുമ്പോൾ സൗന്ദര്യമായി. അത് ആത്മശരീരത്തിന്റെ സൗന്ദര്യമായി. ഇനി എന്താ പിടികിട്ടിയെന്ന് തോന്നുന്നു, പിടികിട്ടിയെന്ന് മനസ്സിലാക്കാൻ. പിടികിട്ടിയോ? അതായത് നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകളും തെറ്റായ ആചാരങ്ങളും തെറ്റായ അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിച്ച് മുന്നോട്ട് വന്ന
ഒരു സമൂഹമാണ്. തിരുത്തേണ്ടതുണ്ട്, തിരുത്തണം, തെറ്റുകൾ തിരുത്തണം. എങ്ങോട്ട് തിരുത്തണം എന്നുള്ളതാണ്, എങ്ങനെ തിരുത്തണം എന്നുള്ളതാണ്. തിരുത്തേണ്ടത് പ്രകൃതി നിയമ അനുസൃതമായി തിരുത്താൻ പഠിക്കുക. പ്രകൃതിയുടെ നിയമം എന്ത് എന്ന് വെച്ചാൽ അത് ഈശ്വരന്റെ അഭിലാഷമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ഈശ്വരന്റെ അഭിലാഷം നടപ്പിലാക്കാനായാണ് നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രതിനിധിയാകുന്നതും ഈശ്വരന്റെ. നമ്മൾ എപ്പോഴാണോ യഥാർത്ഥ പ്രതിനിധിയാകണത് അന്ന് നമ്മൾ ഈശ്വരന്റെ നിധിയാണ്. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, ടേക്ക് ഇക്കോളജി ആസ് എ ടൂൾ ഇൻ അവർ ഹാൻഡ് and work with the tool in food, health and education. Then we will become a tool in the hand of Almighty God. Nature എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. നല്ലോണം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജീവിക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഈശ്വര സങ്കല്പം. ഈശ്വര സങ്കല്പം അതാണ്. ജ്ഞാനവും ബോധവും ആണ് ഈശ്വരൻ. ആജ്ഞാകേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞാകേന്ദ്രം എന്ന് പറയുന്നത് ബുദ്ധി കേന്ദ്രം എന്ന് യോഗാശാസ്ത്രം പറയുന്നത് പൊട്ടുകുത്തുന്ന ഇടം നമ്മൾ സന്നിധാനമായിട്ട് എടുത്തിരിക്കുന്നു. ഈശ്വരന്റെ ശ്രീകോവിലായിട്ട് നമ്മൾ അത് കണക്കാക്കുന്നു, ഈശ്വരന്റെ ഇരിപ്പിടമായി അത് കണക്കാക്കുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ആരെല്ലാം ഏതെല്ലാം ഈശ്വരനെയാണോ ആരാധിക്കുന്നത് ആ ഈശ്വരനെ കണ്ണടച്ചിരുന്ന് നെറ്റിത്തടത്തിൽ പൊട്ടുകുത്തുന്നിടത്തിൽ കാണുക. അത് മാനസന്നിധാനം. അവിടെ ആ ഈശ്വരനെ തൊട്ടു വന്ദിക്കാം, ആരാധനയോടെ ആരാധിക്കാം. അത് സ്വന്തം ഈശ്വരനെ ആരാധിക്കലാണ്, സ്വന്തം ശരീരത്തെ ആരാധിക്കലാണ്. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക, സ്വന്തം ശരീരത്തെ അംഗീകരിക്കുക, ആദരിക്കുക, സ്വന്തം ശരീരത്തെ ആരാധിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നാളിതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കും. എല്ലാവർക്കും വ്യക്തമായി കൊണ്ടിരിക്കും. പതുക്കെ ഇതെടുക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് മുഴുവൻ കൂടി ചെയ്യാൻ പറ്റില്ല. ഇതോടൊപ്പം നമ്മൾ നമ്മുടെ കൃഷി, നമ്മുടെ അന്നം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാതെ ഇത് വരില്ല. അന്നം, നമ്മൾ കഴിക്കുന്ന അന്നം അന്നമയ കോശമാണ്, മനോമയ കോശം എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട്, അന്നം മനസ്സാകുന്നത് കൊണ്ട്, അന്നത്തിന്റെ ക്വാളിറ്റിയാണ് മനസ്സിന്റെ ക്വാളിറ്റി എന്നുള്ളത് കൊണ്ട് അന്നം കറക്റ്റ് ചെയ്യാനുള്ള കൃഷിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. മനുഷ്യന് വഴിതെറ്റി ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു. മനുഷ്യന് വഴിതെറ്റിയത് അവന്റെ കൃഷിയിൽ വഴിതെറ്റിയപ്പോഴാണ്. മനുഷ്യനെ നേരായ പാതയിൽ കൊണ്ടുവരാൻ നേരായ ഒരു കൃഷിക്ക് മാത്രമേ പറ്റൂ. കാരണം കൃഷിയിലൂടെ നമ്മുടെ ബാഹ്യപ്രകൃതിയെ നമുക്ക് സൗന്ദര്യമുള്ള പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇത് മനുഷ്യന് സാധ്യമായ കാര്യമാണ്, സാധ്യമല്ലാത്ത കാര്യമല്ല. 100%. ഇതൊന്ന് മനസ്സിലാക്കി മനുഷ്യൻ പ്രവർത്തിച്ചു തുടങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താ പറഞ്ഞോ സാറേ? ഈ ശാരീരിക സൗന്ദര്യത്തെക്കാളും നമുക്ക് വേണ്ടതും മെച്ചപ്പെട്ടതും മാനസിക ശരീരവും ആത്മീയ സൗന്ദര്യവുമല്ലേ? ആത്മാവിന് ആരും ഓടിപ്പോണ്ട. ആത്മാവിന് അത് സൗന്ദര്യമാണ്, ആനന്ദമാണ്. അവിടെ നമ്മുടെ സൂക്ഷ്മ ശരീരം ശരിയാകണമെന്നുണ്ടെങ്കിൽ ഭൗതിക ശരീരവും കൂടി ശരിയാക്കിയാലേ പറ്റൂ. മേക്ക് യുവർ ബോഡി ഡിവൈൻ, then you will automatically become divine. രണ്ടു വശമുണ്ട്. മനസ്സിനെ നാളിതുവരെ ഈ ഭൂമിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ വെച്ച് നേരെയാക്കാനാവില്ല. ഞാൻ അസന്ദിഗ്ധമായി പറയുന്നു, എത്ര വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയ മനസ്സിന്റെ ഡെഫിനിഷൻ വെച്ചും ഈ മനസ്സിനെ പിടിച്ചു കെട്ടാനോ നിയന്ത്രിക്കാനോ ശാന്തമാക്കാനോ പറ്റില്ല. അതിനെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഡെഫിനിഷൻ തന്നെ വരണം. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ, കൃഷിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഡെഫിനിഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ പറയും മനസ്സിന്റെ എന്താണ് മനസ്സ്, ആ മനസ്സിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഫങ്ഷൻ എന്താണ്, അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുത്ത് സൂക്ഷ്മ ശരീരത്തെ അതിന്റെ സംയോജനം, മനോബുദ്ധി ലയം സംഭവിപ്പിച്ചാൽ
ഈ ഭൂമിയിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു സംശയവും അതിനകത്തില്ല. പക്ഷെ മനോബുദ്ധിലയം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിനായി പ്രയത്നിക്കണം, അല്ലാതെ കാര്യം നടക്കില്ല. തപസ് ചെയ്യണം, അതിനായിട്ട് തപസ് ചെയ്യണം. തപസ് പോലെ അത് കൃഷി ഒരു തപസ്സായിട്ട് എടുക്കണം, ഒരു യജ്ഞമാക്കി എടുക്കണം എന്ന് പറയാറില്ലേ? യജ്ഞം, കൃഷി ഒരു യജ്ഞമാണ്, പഞ്ചമഹായജ്ഞം. ആ യജ്ഞം പോലെ തന്നെ കൃഷി ചെയ്യണം. അല്ലാതെ കൃഷി ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്ന ഒരു തൊഴിലായി എടുത്താൽ അത് ശരിയാവാണ്ട് വരും. ഓക്കെ, ആരൊക്കെ കൈപൊക്കിയിട്ടുണ്ട്? ആരാ നോക്ക്? സാർ നമസ്കാരം, ഉമ്മയാണ്. ഉമ പറഞ്ഞോ. എങ്ങനെയാ സാർ തപസ് ചെയ്യുന്നേ? എന്തോ പറഞ്ഞോ. തപസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടേ? തപസ് ചെയ്യാന്ന് പറഞ്ഞത് നിത്യേന മുടങ്ങാതെ ആവർത്തിച്ച് ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തപസ് എന്ന് പറയുന്നത്. ഒരു കാര്യം എന്തു ആയിക്കോട്ടെ അത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ലക്ഷ്യമിടുന്ന ലക്ഷ്യത്തിലെത്തുന്നത് വരെ മനസ്സ് മടുക്കാതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് തപസ്. പിടികിട്ടിയില്ലേ? തപസ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അതാണ്. അല്ലാതെ ഒറ്റക്കാലെ നിന്ന് കുത്തി നീക്കാനല്ല. ഒറ്റക്കാലെ നിന്ന് ഇങ്ങനെ ധ്രുവൻ ആരാണ്ട് തപസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ ആ തപസ്സല്ല ഇത്. തപസ് എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സ് മടുക്കാതെ ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി മനസ്സ് മടുക്കാതെ നിത്യേന എന്നോണം ചെയ്തുകൊണ്ടേയിരിക്കുക. സാർ, ഇപ്പൊ എനിക്കൊരു കാര്യത്തിൽ അറ്റൈൻ ചെയ്യണം, അതൊരു നല്ല കാര്യമാണ്. അതിപ്പോ അത് വേണമെന്ന് എന്റെ മനസ്സിൽ തോന്നി, ഉറപ്പിച്ചു. അപ്പൊ ഞാൻ ആവർത്തിച്ച് എന്താണ് അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണോ? ചിന്തിച്ചാ പോരാ, അതനുസരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇച്ഛയുണ്ടാവണം. ആദ്യം ആരായി തീരണം, എന്തായി തീരണം എന്ന ഒരു ഇച്ഛ നമുക്കുണ്ടാവണം. അത് മോഡേൺ സൈക്കോളജിയിൽ എന്തെങ്കിലും നമ്മൾ ഇച്ഛിച്ചാൽ, സ്വപ്നം കണ്ടാൽ അത് കിട്ടും. പ്ലെയിൻ ഇച്ഛിച്ചാൽ അത് കിട്ടുമെന്നൊക്കെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാധ്യമല്ല. മനസ്സിലായില്ലേ? ഒരു ചിത്രശലഭപ്പുഴു ആനയാകാൻ ഇച്ഛിച്ചാൽ സാധിക്കാത്ത കാര്യമാണ്. ചിത്രശലഭപ്പുഴു ഇച്ഛിക്കേണ്ടത് ഒരു ചിത്രശലഭമാകാനാണ്. അപ്പൊ ഓരോരുത്തരും ഇച്ഛിക്കാം. എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കലാത്ത കാര്യമാണ്. മനസ്സിന് ഭയങ്കര കഴിവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ആംബേക്കാരൊക്കെ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എവിടെ കിടക്കുന്നു അത്? ആ ട്രെയിനിങ് കിട്ടിയ ഒരുപാട് പേരെ എനിക്കറിയാം. വീടും തകർന്നു, കൂടും തകർന്നു, സാമ്പത്തികവും തകർന്നു, ജോലിയും പോയി. ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് സൈക്കോളജി, മോഡേൺ സൈക്കോളജിയുടെ ബേസ് പിടിച്ചിട്ടുള്ളത്. നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് സാധിക്കും എന്ന് പറഞ്ഞ് പിള്ളേരെ വെറുതെ പിരികേറ്റി അതിലെല്ലാം കയറി അവസാനം ദേണ്ട കിടക്കും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? പ്രകൃതി നിയമാനുസൃതമായ ലക്ഷ്യമാണോ? എങ്കിൽ നടന്നിരിക്കും. യാഥാർത്ഥ്യമാണോ? നടന്നിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ അതുകൊണ്ടാണ് ഡിവൈൻ മദറിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഈ ഭൂമിയിലെ സകല സ്ത്രീകളും ഡിവൈനാണ്. ഈ യാഥാർത്ഥ്യം, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം സ്ത്രീകൾ അറിയണം. ആ പദവി അവർക്ക് വീട്ടിലും നാട്ടിലും അനുവദിച്ചു കിട്ടുകയും വേണം. ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ഇത് നടക്കില്ലെന്നാണ് വിചാരം. ഇത് നടന്നിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. കർഷകനാണ് പ്രഥമ പ്രജ. അതിന് അവർക്ക് പെൻഷൻ കിട്ടണം, ബോണസ് കിട്ടണം, അവർക്ക് അവരുടെ ജീവിത വരുമാനം, അതായത് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടണം, സുഖമായി ജീവിക്കണം എന്ന് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ നടന്നിരിക്കും. യാതൊരു സംശയവും വേണ്ട. യാഥാർത്ഥ്യങ്ങൾ നടന്നിരിക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ മടിക്കരുത്. അതിനെത്തിച്ചേരാൻ പരിശ്രമിക്കാതിരിക്കരുത്. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. യാഥാർത്ഥ്യങ്ങൾ അല്ലാതെ വെറും സ്വപ്നങ്ങൾ എടുത്താൽ നടക്കുമെന്ന് ആരും കരുതണ്ട. നടക്കില്ല. ഓക്കെ, ഇനി ആരാണ് പറഞ്ഞു? താങ്ക് യു സർ.
ഞാനൊന്ന് പറഞ്ഞോളട്ടെ സാർ. പറഞ്ഞു. ശശികുമാർ. ശശികുമാറിന് എന്താ പറഞ്ഞു? ഇന്നത്തെ ക്ലാസ്, സൗന്ദര്യത്തെ കുറിച്ചുള്ള ക്ലാസ് വളരെ നന്നായിട്ട് മനസ്സിലായി. നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സൗന്ദര്യം ആർജിക്കാൻ പറ്റുന്നതെന്നുള്ളത് സാറ് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് സാറ് പറഞ്ഞ കൂട്ടത്തില് ഈ ഇടയ്ക്കൊരു കാര്യം സംസാരിച്ചായിരുന്നു. ആരോഗ്യമുള്ളവരുടെ ഇടയ്ക്ക് നിൽക്കുന്ന നമ്മൾക്കും ആരോഗ്യം ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ആളുകളുടെ കൂടെ നിൽക്കുമ്പം സൗന്ദര്യം ഉണ്ടാകുക, പിന്നെ വളരെ മോശപ്പെട്ട ഒരു പ്രദേശത്തിലുള്ള ആളുകളുടെ കൂടെ നമ്മൾ നിന്നാൽ നമ്മൾക്കപ്പോ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? നമ്മൾ മോശപ്പെടുവോ? പെടും. ഇക്കോളജി അതല്ലേ, നമ്മൾ മോശപ്പെടും. കാരണം നമ്മളൊരു സ്ഥായി സാധനമല്ല, ഒരു സ്റ്റേബിൾ സാധനമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളാവുകയും നിങ്ങൾ ഞാനാവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അനുനിമിഷം. അതുകൊണ്ടാണ് ഞാൻ സാറ് പറഞ്ഞു തന്ന കാര്യം വെച്ച് തന്നെ തിരിച്ചും നമ്മൾ നന്നായാൽ മറ്റുള്ളവരും നന്നാകുമെന്നും കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാമല്ലോ സാറേ. അതെ, മനസ്സിലാക്കണം. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ നന്നാകുക. അതായത് ഞാൻ അതല്ലേ ചോദിക്കണേ, ഈ ഭൂമിയിൽ ആകെ മൊത്തം എത്ര മനുഷ്യരുണ്ട്? ഒരാളല്ലേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അപ്പൊ ഈ ഭൂമിയിലെ മനുഷ്യർ നന്നാകണമെന്നില്ല, ആര് നന്നായാൽ മതി? ആ ഒരാൾ നന്നായാൽ അതാരാണ്? അത് ഓരോ ഞാനുമാണ്. ഓരോ ഞാൻ. അവര് നന്നായാൽ മതി. ഓരോ ഞാനും നന്നാകണം. സൗന്ദര്യത്തിന് വേണ്ടി പരിശ്രമിക്കണം, ആരോഗ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം, ആഘോഷത്തിന് വേണ്ടി പരിശ്രമിക്കണം, അറിവുകൾ നേടണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അറിവിന്റെ അഭാവം. അറിവില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് അറിവുകളുണ്ട്. നമുക്ക് വേണ്ട അറിവുമുണ്ട്, വേണ്ടാത്ത അറിവുമുണ്ട്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് മണ്ടത്തരങ്ങൾ ഗവേഷണം നടത്തി തെളിയിച്ചിട്ടും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു യഥാർത്ഥ അറിവല്ല. അറിവ് എന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ്. യഥാർത്ഥ അറിവുകൾ ഉള്ളിലിരിക്കുന്നതാണ്. മറ്റത് പരീക്ഷണശാലയിൽ തെളിയിക്കപ്പെട്ടു വെച്ചിരിക്കുന്ന അറിവുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഓബ്ജക്റ്റുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ കാലാന്തരത്തിൽ തെറിച്ചു പോണില്ലേ? തെറിച്ചു പോകും. ഇതിന്റെ കാര്യത്തിൽ അത് വരില്ല. കാരണം നമ്മുടെ അറിവിരിക്കുന്ന, അറിവിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. അതിനകത്തിരിക്കുന്ന അറിവ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്നാൽ ആ അറിവിനെ വെല്ലാൻ ഈ ഭൂമുഖത്ത് വേറെ ഒരു ശാസ്ത്രജ്ഞനും ഇല്ല, അതിനുമില്ല. അപ്പൊ അത് മനസ്സിലാക്കി നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മനുഷ്യനാണ് മാനസിക മനുഷ്യനാണ്, എന്നൊരു ആത്മീയ മനുഷ്യനല്ല. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആത്മീയ അനുഭവമുള്ള മനുഷ്യരല്ല നമ്മൾ, മാനുഷിക അനുഭവമുള്ള ആത്മാക്കളാണ്. മാനുഷിക അനുഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മള് നല്ല ഒന്നാം തരം ആത്മാക്കളാണ്. ആ ഒരു നിലപാടെടുത്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മൾ കണ്ടെത്തുക, ആ ഈശ്വരനുമായി ലയിക്കുക. ഇതിനാർക്കെങ്കിലും എന്തെങ്കിലും പരാതി വരുമോ? പരാതി വരേണ്ട കാര്യമില്ലല്ലോ, പരാതി വരേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കിത് ചെയ്ത് വരുമ്പോഴത്തേക്ക് പതുക്കെ നമ്മൾ അതിലേക്ക് വരും. പിടികിട്ടിയ വളരെ നന്നായിട്ട് മനസ്സിലായി. അടുത്ത അപ്പോൾ നമുക്ക് ആത്മീയ അനുഭവം വരാൻ എന്ത് ചെയ്യണം സാർ? ഏത് ആത്മീയ അനുഭവം ഇല്ലാത്ത മനുഷ്യരാന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പൊ ആത്മീയ അനുഭവം വരണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സും ബുദ്ധിയും കൂടി ലയിച്ചാൽ മതി. മനസ്സിലായില്ലേ? മനസ്സും ബുദ്ധിയും കൂടി ലയിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്താണെന്ന് വ്യക്തമാകും. അപ്പോഴേ ആത്മാവ് എന്താണെന്ന് വ്യക്തമാകും. വെറുതെ ഇപ്പൊ പറഞ്ഞിട്ടിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് വേറെ ഏതിനെയാണ്, എന്തോ സാധനത്തിനെയാണ്. ആത്മാവ് എന്താണെന്ന് വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ മനസ്സും ബുദ്ധിയും കൂടി ലയിച്ചാലേ കാര്യം നടക്കൂ. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് മനസ്സും ബുദ്ധിയും കൂടി ലയിക്കണം. മനസ്സും ബുദ്ധിയും കൂടി ലയിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ മാലിന്യങ്ങൾ കളയേണ്ടി വരും. മനസ്സ് കരുത്തുറ്റതാക്കാൻ വേണ്ട അന്നങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം അന്നമാണ് മനസ്സായി രൂപാന്തരം കൊള്ളുക. ഇപ്പൊ മനസ്സിന്റെ മാലിന്യങ്ങൾ മാറ്റാനുള്ള വഴി പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ക്ഷമ പറയലും ക്ഷമ കൊടുക്കലുമാണ്. ക്ഷമ പറയൽ, ക്ഷമ കൊടുക്കൽ, അത് മനസ്സിന്റെ മാലിന്യങ്ങൾ മാറ്റാം. ഒപ്പം
അല്ലെ ചിലർ പറയുമായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റില്ല, മനസ്സിന്റെ മാലിന്യം കളയാൻ പറഞ്ഞു. മനസ്സിന്റെ മാലിന്യങ്ങൾ കളഞ്ഞു വന്നപ്പോ ഇപ്പൊ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞു എൻ്റെ അടുക്ക നേരിട്ട് വന്ന് പറഞ്ഞു ഇപ്പൊ കിട്ടുന്നുണ്ട്. മനസ്സിന്റെ മാലിന്യങ്ങൾ കളയണം. ആ മാലിന്യമുള്ള മനസ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഈശ്വരൻ എന്നതുകൊണ്ട് എന്താണ് ശരിയായ ഡെഫിനിഷൻ? മനുഷ്യൻ ഈശ്വരനാണ്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാവരും ഈശ്വരന്മാരാണ്. ഈ ഭൂമിയിലുള്ള എല്ലാവരും ഈശ്വരന്മാരാണ്. അതായത് ആത്മാവും ആകാശവും ആത്മാവും അവതരിച്ചിരിക്കുകയാണ്. നമ്മളായി അവതരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ബുദ്ധിയാണ് ഈശ്വരൻ. അത് ബുദ്ധി വേഗം മനസ്സിലാകും. നമുക്ക് ബുദ്ധി ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ഈശ്വരാംശം ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ആ ഈശ്വരാംശം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. ബുദ്ധിക്ക് എല്ലാം അറിയാം, ഈശ്വരനെല്ലാം അറിയാം. അതാ മനസ്സിലായാൽ മതി. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നേരെ ആ വിഗ്രഹത്തിലേക്ക് പോകും. അവിടെയാണ് കുഴപ്പം. വിഗ്രഹമല്ല ഈശ്വരൻ. വിഗ്രഹം എന്ന് പറയുന്നത് ഈശ്വരനിലേക്ക് എത്തപ്പെടാനുള്ള ചവിട്ടുപടികളാണ്, സ്റ്റെപ്പുകളാണ്, പടവുകളാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാവരും അവഹേളിക്കുന്നുണ്ട് എന്താ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആൾ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല, പക്ഷേ ദൈവത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളാണ്, കോണിപ്പടികളാണ്. അവരെ അവഹേളിക്കരുത്. അവരിലൂടെ ചവിട്ടിക്കയറി പോകാൻ പഠിക്കുക. അല്ലാതെ അവരുടെ ചെന്ന് അടിമയാകാനല്ല. അവിടെ ചെന്ന് അടിമയായി അവിടെ പാത്രം കഴുകി കിടക്കാനല്ല. അവരിലൂടെ ചവിട്ടിക്കയറി പൊയ്ക്കൊള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്റെ മേൽ ചവിട്ടി നിങ്ങൾ കയറി പൊയ്ക്കൊള്ളൂ. ആൾ ദൈവങ്ങളെല്ലാം പറയണതാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവണില്ല എന്ന് മാത്രം. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് പാത്രം കഴുകി അടിമയായേച്ചും എനിക്കൊന്നും കിട്ടിയില്ലേ, കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നിട്ട് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ സാറേ, മറ്റൊരു ചോദ്യം. നമ്മുടെ പ്രാദേശിക പഴവർഗ്ഗങ്ങളല്ലേ നമുക്ക് അനുയോജ്യം എന്ന് പറയുന്നത്? അപ്പോൾ അവരുടെ പഴം അല്ല എന്നത് പ്രശ്നമാകുമോ? നമ്മളുടെ പ്രാദേശികം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയണം. ഭൂമിയുടെ ഭൂമധ്യരേഖ, അതായത് ഭൂമിയുടെ ചുറ്റും വരച്ചാൽ ഒരു ഭൂമധ്യരേഖയില്ലേ, ആ ഭൂമധ്യരേഖയുടെ ഒരു വശത്തേക്ക് ഇത്ര കിലോമീറ്റർ, വേറൊരു എതിർവശത്തേക്ക് ഇത്ര കിലോമീറ്റർ, ഇതിനിടയിലുള്ള ഭൂമിയുടെ ചുറ്റുമുള്ളതെല്ലാം നമ്മളുടേതാണ്, പ്രാദേശികമാണ്. ഭൂമധ്യരേഖയുമായിട്ടുള്ള ബന്ധമാണ് പ്രാദേശികത്തെ തീരുമാനിക്കുക. അല്ലാതെ നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ളതല്ല. ഭൂമധ്യരേഖയുടെ നിശ്ചിത പരിധിയിൽ ഉൾക്കൊള്ളുന്ന സകലതും എല്ലായിടത്തും വളരുകയും കായ്ക്കുകയും ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കി ആ ഭൂമധ്യരേഖ അളന്ന് ആരും തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രം, എത്രയാണെന്നുള്ള തീരുമാനിച്ചിട്ടില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ ഭൂമധ്യരേഖയുടെ ഇപ്പൊ ഭൂഗോളം എടുത്ത് നോക്കിയാൽ ഭൂമധ്യരേഖ അറിയാം, സ്ഥലം അറിയാം. ആ ഭാഗത്തുള്ള ഫ്രൂട്ട് കൊണ്ടുവന്ന് കേരളത്തിൽ നടാം. നമ്മൾ അതിൽ പെട്ടതാണെങ്കിൽ ആ ഭൂമധ്യരേഖയിൽ നമ്മൾ പെട്ടിരിക്കുന്നു. ആമസോൺ വനാന്തരങ്ങളുടെ സൈഡിൽ കിടക്കുന്ന സൗത്ത് അമേരിക്കൻ ഇതും നമ്മുടെ ഭൂമധ്യരേഖയുടെ ഏതാണ്ട് അകലത്തിൽ കിടക്കുന്നുവെങ്കിൽ അവിടുത്തെ ചെടികളെല്ലാം ഇവിടെ പിടിക്കാം, ഇവിടെ കഴിക്കുകയും ചെയ്യാം. അല്ലാതെ കേരളത്തിൽ വളർന്ന ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മുടേത് എന്ന് വിചാരിച്ചാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇവിടുത്തെ കപ്പ നമ്മുടേതല്ല, പപ്പായ നമ്മുടേതല്ല, ചേമ്പ് നമ്മുടേതല്ല, ശീമച്ചേമ്പെന്നാണ് പറയുക. മനസ്സിലായില്ലേ? കടപ്ലാവ് നമ്മുടേതല്ല, ശീമച്ചക്ക എന്നാണ് പറയുക. ഇത് വിദേശത്ത് നിന്ന് വന്ന സാധനങ്ങളാണ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന് നമ്മുടേതായി തീർന്നതാണ്. അങ്ങനെ എല്ലാ പ്ലാന്റുകളും വരും. പക്ഷെ ചിലപ്പോ ഭൂമധ്യരേഖയുടെ ഒരു നിശ്ചിത അകലത്തിൽ കിടക്കുന്നത്, ഒരു തണുപ്പുള്ള ഇതിൽ കിടക്കുന്ന ഇവിടെ വളരില്ല, കായ്ക്കില്ല. പക്ഷെ ഭൂമധ്യരേഖയുടെ നിശ്ചിത അകലത്തിൽ കിടക്കുന്ന ഭൂമിക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ എല്ലാ ഫ്രൂട്ട്സുകളും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നട്ടു നോക്കിയാൽ സംഗതി ശരിയാകും. ബാക്കിയുള്ളവര് നമസ്കാരം സാർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. വിജിയാണ്. ചോദിച്ചോ സാറേ, നമ്മളൊരു ലക്ഷ്യം വെച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തുന്നതാണ്
എത്തും എന്ന് പ്രകൃതി അനുകൂലമാക്കി തരും എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന സാറിനോട്, നമ്മൾ സന്നിധാന ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും ലയിക്കുമ്പോൾ നമുക്ക് വേണ്ടത്, അപ്പൊ മറ്റേത് നമുക്ക് ചിലപ്പോൾ അർഹതപ്പെട്ടോ അല്ല യോജിച്ചതോ ആയിരിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് വേണ്ടത് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് രണ്ടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം സാറേ. നമ്മളെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ബുദ്ധിയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞില്ലേ, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ വേർതിരിക്കുന്നില്ലേ. ഇതിലെ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ബുദ്ധിയാണ്. ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് ആണ് മനസ്സെന്ന് പറയുന്ന സാധനം. ഇത് തമ്മിൽ ചേർന്നാൽ മതി അല്ലേ. നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, ഇപ്പൊ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, നഴ്സറി, ചെടികൾ വിൽക്കുന്ന നഴ്സറി തുടങ്ങുന്നു എന്നിരിക്കട്ടെ. നഴ്സറി തുടങ്ങുന്നു, നമ്മൾ ആ ചെടികൾ വിറ്റ്, അതായത് തൈ കിളിപ്പിച്ച് വിറ്റ് ജീവിക്കുന്നു എന്നിരിക്കട്ടെ. ഇതില് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ സ്വധർമ്മം പാലിക്കപ്പെടുന്നില്ലേ? പാലിക്കപ്പെടുന്നുണ്ട്. അവിടെ ഒരു വരുമാനം വരുന്നില്ലേ? ഇപ്പൊ പതിയെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ സ്വധർമ്മം പാലിക്കുന്നതിലേക്ക് എത്തപ്പെടാൻ നോക്കണം. ഇപ്പൊ ഞാൻ ഇതാണ് പറയുന്നത്, നമ്മളെ ഇപ്പൊ ഒരു പ്രദേശത്ത് ഇപ്പൊ ജെറിൻ ചെയ്യുന്ന ഹാപ്പിനെസ് ടൂറിസം സെന്റർ ഒരു ബിസിനസ് ആണ്. അറ്റ് ദി സെയിം ടൈം ആ പ്രദേശത്തിനെ ശരിയാക്കുന്നില്ലേ? അപ്പൊ അറിയാതെ തന്നെ നമ്മളൊരു വേറൊരു കർമ്മം കൂടി അവിടെ ചെയ്യുന്നുണ്ട്, സ്വധർമ്മം കൂടി നമ്മൾ ചെയ്യുന്നില്ലേ? അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഒരു കെമിക്കൽ പ്രൊഡക്റ്റ് വിൽക്കണോ, ഒരു ജൈവ പ്രൊഡക്റ്റ് വിൽക്കണം? ഇപ്പൊ ഒരു ഇംഗ്ലീഷ് മെഡിസിൻ വെക്കുന്ന ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്ന ജോലി എല്ലാവരും ഇട്ടേച്ചു പോകും. ഇന്നല്ലെങ്കിൽ നാളെ അവനത് ഇട്ടിട്ട് പോകും. കാരണം അത് ഒരിക്കലും ഇത് തരില്ല, കാരണം അതൊരു കെമിക്കലാണ്. എന്നാൽ ജൈവപരമായ ഉൽപ്പന്നങ്ങൾ മനുഷ്യന് ദ്രോഹം ചെയ്യാത്ത, ഗുണം ചെയ്യുന്നുള്ളൂ. അതിന് എത്ര വില വേണമെങ്കിലും മേടിച്ചു, വില പ്രശ്നമല്ല. പക്ഷേ അതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യും. കാരണം ഇപ്പൊ അവന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഉപകരിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ സൗന്ദര്യം വീണ്ടെടുക്കാൻ, അതുകൊണ്ടാണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളിന് ഇത്ര വില കിട്ടുന്നത്. സൗന്ദര്യം വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയെന്നിരിക്കട്ടെ. സൗന്ദര്യം പ്രകൃതിയുടെ ആഗ്രഹമാണ്, പ്രകൃതിയാണ്. സൗന്ദര്യ നാമങ്ങളാക്കി മാറ്റാൻ പ്രകൃതി പരിശ്രമിക്കുന്നു. നമ്മൾ സൗന്ദര്യം ഉണ്ടാകാൻ പറ്റുന്ന യഥാർത്ഥ പ്രൊഡക്റ്റ്, കളിപ്പിക്കലല്ല, യഥാർത്ഥ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കുന്നു. അവിടെ നമ്മൾ പ്രകൃതിയുടെ ഇച്ഛ തന്നെയല്ലേ നിറവേറ്റുക. നമുക്ക് ജീവിക്കാനും പറ്റും. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ലക്ഷ്യത്തിലാണോ, നമ്മൾ കറക്റ്റായ പാതയിലാണോ ഇല്ലെന്ന് എങ്ങനെ അറിയുക? നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ സങ്കടത്തിലാണ് കലാശിക്കുന്നതെങ്കിൽ, വിഷമത്തിലാണ് കലാശിക്കുന്നതെങ്കിൽ നമ്മുടെ പാത തെറ്റാണ്, യാതൊരു സംശയമില്ല. അവിടെ തിരുത്താനുള്ള ധൈര്യം കാണിച്ചാൽ മാത്രം മതി. നമ്മുടെ പാത തെറ്റിയിരിക്കുന്നു, നമുക്ക് ഷെയർ ചെയ്തതാണ് പാത എന്ന് മനസ്സിലാക്കി ആ പാതയിലൂടെ മാറി സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി. തെറ്റിലൂടെ നമുക്ക് ശരിയിലെത്താൻ പറ്റൂ, അല്ലാതെ പറ്റില്ല. തെറ്റ് ചെയ്ത് തന്നെയാണ് തിരുത്തുക. ഒരു ചെറിയ അടി കിട്ടുമ്പോ തിരുത്തിക്കൊള്ളുക. ചെറിയ അടി കിട്ടിയിട്ടും വകവെക്കാതെ മുന്നോട്ട് പോയാൽ വലിയ അടി വരും. അങ്ങനെയാണ് വരിക. കാരണം പ്രകൃതി അതാണ്, പ്രകൃതി അങ്ങനെയാണ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നോക്കൂ. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വേർതിരിക്കേണ്ട മൈൻഡിനെ, മനസ്സിലല്ലേ? നമ്മുടെ മനസ്സും ബുദ്ധി എന്ന് വേർതിരിച്ച് കാണുക എളുപ്പമാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഒരുപാട് തലങ്ങൾ വെച്ചിട്ട് കൺഫ്യൂഷൻ ആക്കും നമ്മളെ. ഇതിന്റെ ആവശ്യമില്ല. സിക്രിലാൽ സാർ എന്തോ പറയാൻ വന്നിരിക്കുന്നു, പറഞ്ഞോ സിക്രിലാൽ സാറേ. നമസ്കാരം. എന്ത് പറയണമെന്ന് അറിയില്ല സാർ. ഇന്നത്തെ ക്ലാസ് വളരെ വിശേഷമുള്ള ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ സാർ. അത് ഒന്നും പറയാൻ യോഗ്യനല്ല സാർ. വളരെ ശരിക്കും കണ്ണു നിറയുന്നു, അത്രയ്ക്കും ഗംഭീരമായ ക്ലാസ്. സാർ അതെന്താണെന്ന് വെച്ചാല്, ഞാൻ 1 മാസം ധ്യാനത്തിലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഈ 1 മാസത്തിന് മുമ്പ് എന്റെ വീട്ടില് ഒരാള് വരും രാവിലെ. ഞാൻ 20 രൂപ കൊടുക്കുമായിരുന്നു.
20 രൂപ കൊടുക്കും. 20 രൂപ അദ്ദേഹത്തിന്റെ പടിയാണ്. അദ്ദേഹം ഗേറ്റ് തുറക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ വീടിന്റെ ഭാഗത്ത് വന്ന് നിൽക്കും. രാവിലെ കയറി വരും. ഞാൻ 20 രൂപ കൊടുക്കും. ഈ 1 മാസം കഴിഞ്ഞ് ഞാൻ 20 രൂപ കൊടുക്കുന്നത് ഒരു കൈ കൊണ്ടല്ല, മനസ്സിലായില്ലേ? 2 കൈയും കൊണ്ടാണ്. 2 കൈയും കൊണ്ടാണ് കൊടുക്കുക. കാരണം ആ ആളിനെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ 1 മാസത്തിനുള്ളിലാണ് എനിക്ക് മനസ്സിലായത് ആരാണത്. എനിക്കിപ്പോ മനസ്സിലായി. അതാരാ? ഞങ്ങളുടെ അടുത്തുള്ള ഒരാളാണ്. ഒരു മേനോനാണ്. ആ മേനോന് വീടില്ലാത്തതാണ്. ആ വീട് ഷിബിലാ സാറിക്ക് എന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചു കൊടുത്തത് ഞാനാണ്. അപ്പൊ ആ മേനോന് ഇച്ചിരി മെന്റലി ഡിസോർഡർ ആണ്. രാവിലെ വരും, ചായ കുടിക്കാനുള്ള ഒരു 20 രൂപ കൊടുക്കും. അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആ ആള് വന്ന് ഇന്നും ആ ആൾ അത് തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ആളിനോടുള്ള എന്റെ മനോഭാവം 1 മാസത്തെ ധ്യാനം കൊണ്ട് മാറി എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? മനസ്സിലായി? ആ ആളിനോടുള്ള മനോഭാവം എനിക്ക് മാറി. മറ്റത് രാവിലെ വരുമ്പോ നമ്മൾ ധൃതി വെച്ച് വല്ലതും ചെയ്തിട്ടിരിക്കുമ്പോ വന്നു വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞു കളയുമായിരുന്നു. വൈകുന്നേരമൊക്കെ പറഞ്ഞു കളയുമായിരുന്നു. പക്ഷെ ഇന്നെനിക്ക് മനസ്സിലായി അങ്ങനെ അല്ല ചെയ്യണ്ടേ. ആ ആള് വന്നിരിക്കുന്നത് എന്താണ്? ആ ആളിന്റെ ഉള്ളിലും ഈശ്വരൻ ഇരിപ്പില്ലേ? നമ്മളിതൊക്കെ പറയുമായിരുന്നെങ്കിലും നമ്മൾക്കത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതാ പറഞ്ഞു, ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നു ഇവരെയൊക്കെ പഠിപ്പിക്കാനായിട്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പ്രകൃതി പാഠശാലയിൽ 8ാം ക്ലാസ്സിലായിരുന്നു. ധ്യാനം കഴിഞ്ഞപ്പോ ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ? ഞാൻ +1-ലാണ്. ഇടയ്ക്കൊരു ക്ലാസ് ചാടി കയറി. ഇടയ്ക്കൊരു ക്ലാസ് എനിക്ക് വിട്ടു തന്നു. പ്രകൃതി പാഠശാലയില് പോയി +1-ൽ ഇരുന്നോളാൻ പറഞ്ഞു. പഠിച്ചോളാനാ പറഞ്ഞു. +1-ൽ ഇരുന്ന് പഠിച്ചോ. +1-ൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. +1-ൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളോടൊപ്പം എപ്പോഴും ഗുരു ഉണ്ടാവും എന്നുള്ളതാണ്. ഗുരു എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവും. +1-ലേക്ക് എത്തപ്പെട്ടപ്പോഴാണ് അത് മനസ്സിലായത്. നമ്മളോടൊപ്പം ഗുരു എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ പേടിക്കണ്ട. മറ്റേതൊരു പേടി ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായി തീരും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇനി എന്ന് പറയുന്ന പേടി എന്ന് പറയുന്ന സാധനം ഇല്ല. കാരണം എന്റെ കൂട്ടത്തിൽ ഞാൻ +1-ലാണ് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ +1-ലാണ്. എന്റെ ഗുരു എന്റെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഓക്കെ. ഹലോ നമസ്തേ സാർ. പറഞ്ഞു. ഒരു കാര്യം, സാർ 1 മാസമായി ധ്യാനത്തിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ സൂം ക്ലാസ്സിൽ കയറുന്നത്. അപ്പം സാറിന്റെ ധ്യാനത്തെ കുറിച്ച്, സാറിന്റെ ടൈം, സാർ അതെങ്ങനെയാണ് ആ ധ്യാനം അത് ചെയ്യാൻ വിനിയോഗിച്ച ആ ഒരു രീതി, അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? സാറേ ഇത് തന്നെയാണ് ഞാൻ ചോദിക്കാനായിട്ട് മൈക്ക് ഓൺ ആക്കിയത്. അപ്പൊ തന്നെ സരസ്വതി മാം മുന്നേ കയറി ചോദിച്ചത് ഇത് തന്നെയാണ്. ഞാൻ സാർ എങ്ങനെയാ 1 മാസത്തെ സാറിന്റെ ആ ടൈം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ 1 മാസം ഞാൻ വെറുതെ കുത്തിയിരിക്കല്ലായിരുന്നു. ഞാൻ എന്റെ സാധാരണ ജോലി തന്നെ ചെയ്തിട്ടിരിക്കും. രാവിലെയും വൈകുന്നേരവും നമ്മുടെ സന്നിധാന ധ്യാനം തന്നെയാണ് നമ്മൾ ചെയ്യുക. കാരണം സന്നിധാന ധ്യാനത്തിലാണ് എനിക്ക് നാളിതുവരെ മനസ്സിലാകാത്ത കാര്യം, ഈശ്വരൻ എന്ന് പറഞ്ഞ സാധനം ബുദ്ധി തന്നെയാണെന്ന് പറഞ്ഞു തന്നത്. ബുദ്ധി തന്നെയാണ്. പക്ഷേ ഇതറിയാതെ തന്നെ നമ്മുടെ ഈശ്വര സങ്കല്പത്തിൽ വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനം. ഈശ്വര സങ്കല്പത്തിൽ ജ്ഞാനമാണ്, ബോധമാണ് ഈശ്വരൻ എന്ന് എഴുതുമ്പോ ബുദ്ധിയാണ് ഈശ്വരൻ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. ഈ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി തന്നെയാണ്. അതിനൊരു യാതൊരു സംശയവും ഇല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ഈശ്വരനെല്ലാം അറിയാം. ബുദ്ധിക്കെല്ലാം അറിയാമെന്ന് നമ്മൾ പറയുമായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോണ ഈശ്വരനെല്ലാം അറിയാമെന്നല്ലേ. ഈശ്വരനെല്ലാം അറിയുന്നു. മനസ്സും ബുദ്ധിയായിട്ട് ലയിച്ചാൽ നമ്മൾ ഈശ്വരനുമായിട്ട് ലയിക്കുകയല്ലേ ചെയ്യുക. മനസ്സിന്റെ ബുദ്ധിയുടെ അടുക്കൽ പോയി മനസ്സിരുന്നാൽ മനസ്സ് ബുദ്ധിയാകുകയും ബുദ്ധി മനസ്സാകുകയും ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ഏത് വഴിക്ക് നോക്കിയാലും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. അതായത് നേരത്തെ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈശ്വരൻ ഇരിക്കുന്നത് ദേവാലയങ്ങളിലല്ല, ബോധത്തിനുള്ളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ബോധത്തിലിരിക്കണ ഈശ്വരൻ, ബോധത്തിൽ എങ്ങനെയാണ് ഈശ്വരൻ ഇരിക്കണതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിടികിട്ടില്ലേ?
ബോധത്തിലാണ് ഇരിക്കുന്നത് എന്ന്. എങ്ങനെയാണ് ഈ ബോധത്തിൽ ഇരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടില്ലായിരുന്നു. ഇപ്പൊ രാവിലെ ടൈം സാറ് പറഞ്ഞില്ല, രാവിലെ എന്നേ പറഞ്ഞുള്ളൂ. അതിന് ഒരു കൃത്യ ടൈം ഉപയോഗിച്ചായിരുന്നു ഡെയിലി? ഇല്ല അങ്ങനെയൊന്നുമില്ല, കൃത്യമായ ടൈമൊന്നുമില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന് നിസ്കരിക്കും, അത് വളരെ പ്രധാനമാണ്. നിസ്കാരമുണ്ട്, അതായത് ഇസ്ലാം മതം ആചരിച്ചു വരുന്ന ആചാരം നിസ്കാരം. അത് ഞാൻ എൻ്റെ ഭൂമിയായിട്ട് ചെയ്ത് കഴിഞ്ഞേ ധ്യാനമുള്ളൂ. അതായത് ഭൂമിയായിട്ട് എർത്ത് ചെയ്തിട്ട് ധ്യാനത്തിൽ ഇരിക്കും. അത് മനസ്സും ബുദ്ധിയായി ലയിക്കുന്നതായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, മനസ്സ് പോയി ബുദ്ധി എടുക്കലിരുന്നാൽ ബുദ്ധി മനസ്സാകുകയും മനസ്സ് ബുദ്ധിയാകുകയും ചെയ്യും എന്ന് നമ്മൾ തിയററ്റിക്കലി പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഇക്കോളജി ശാസ്ത്രം അതാണ് പറഞ്ഞു തരിക. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനോട് ചേർന്ന് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വര സങ്കല്പം, ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ശ്രീകൃഷ്ണനാണ് എൻ്റെ ഈശ്വരൻ. പൊട്ടുകുത്തുന്നിടത്ത് ശ്രീകൃഷ്ണനെ കാണാൻ ആർക്കാ ബുദ്ധിമുട്ട്? ശ്രീകൃഷ്ണനെ കാണാം. ഇനി യേശുദേവനാണ് എൻ്റെ ഈശ്വരനെങ്കിൽ യേശുദേവനെ പൊട്ടുകുത്തുന്നിടത്ത് കാണാമല്ലോ. അള്ളാഹുവിനാണ് എൻ്റെ ഈശ്വരനെങ്കിൽ അള്ളാഹുവിനെ കാണാൻ പറ്റണം. ഇനി അള്ളാഹുവിന് രൂപം കൊടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് അതിന് രൂപം കൊടുത്തിട്ടില്ല. പക്ഷേ ഹിന്ദുക്കളുടെ കാര്യത്തിൽ, ഇപ്പൊ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് യേശുദേവനാണെങ്കിൽ യേശുദേവനെ കാണാം. ഇനി ആരെ കണ്ടാലും കുഴപ്പമില്ലെന്നുള്ളതാ. നീ കഴിഞ്ഞ ദിവസം ആരാണ് ചോദിച്ചത്, എന്തുണ്ട് യക്ഷിയോ മറുതയാണ് എൻ്റെ? യക്ഷിയായാലും മതി, പൊട്ടുകുത്തനെടുത്ത് യക്ഷി ഇരുന്നാലും ശരി, മനസ്സും ബുദ്ധിയും കൂടി ലയം നടക്കും. അപ്പൊ ആ മനോബുദ്ധി ലയം സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഈശ്വരനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും. അതെ സാർ, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്ത് പിന്നെ ഞാൻ ശൂന്യത്തിലോട്ട് പോവുകയാണ്. ആ ശൂന്യത്തിലോട്ട് പോകുന്ന അവസരത്തിൽ ഞാൻ ബോധത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് സാറി പറഞ്ഞതുപോലെ ഞാൻ കടമറ്റത്തച്ഛനെയാണ് ആദ്യം കണ്ടത്. കടമറ്റത്തച്ഛനെ കണ്ടു, ശ്രീനാരായണ ഗുരുദേവനെ കണ്ടു, അങ്ങനെ ബാബാജിയെ കണ്ടു, ശ്രീബുദ്ധനെ കണ്ടു. ഈ കടന്നു പോകുന്ന നമ്മൾ ഈ ശൂന്യത്തിൽ എത്തിയ അവസരത്തിലാണ് നമ്മൾ ചിന്തകളില്ലാതെ, എന്നാൽ നമുക്ക് ബോധവുമുണ്ട്. നല്ല ബോധത്തോടു കൂടിയാണ് നമ്മൾ ഇത് കാണുന്നത്. കോസ്മിക് എനർജി. അതുപോലെ തന്നെ ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുന്ന അവസരത്തിൽ ഒരു 3-4 മണിക്കൂർ ഇരുന്ന് അതിന് ശേഷമാണ് ശരിക്കും എൻ്റെ മൂർധാവ് ഓപ്പൺ ആകുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ കൂടി കോസ്മിക് എനർജി, ഒരു ജീവവായു ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ച് കടന്നു പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞത് വിപസന, ആനാപാന എന്ന് പറയുന്ന വിപസനയാണ്, ബുദ്ധന്റേതാണത്. ബുദ്ധന്റെ ആനാപാന എന്ന് പറയുന്ന വിപസനയുടെ തുടക്കമാണിത്. വിപസനയ്ക്ക് ഞാൻ 10 ദിവസം പോയിരുന്നാണ്, 4-ാം ദിവസം എഴുന്നേറ്റ് ഓടിയ ആളാണ്. മനസ്സിലായില്ലേ? അപ്പൊ വിപസന എന്ന് പറയുന്നത് എന്താണെന്നും ആര് ബുദ്ധൻ അത് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണെന്നും നമ്മൾ മനസ്സിലാക്കണം. സാധാരണഗതിയിലുള്ള ഈ ധ്യാനങ്ങൾ മുഴുവൻ ഏതെങ്കിലും ഒരു സിദ്ധിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു സിദ്ധിക്ക് വേണ്ടിയിട്ട്. ഇക്കോളജിയുടെ ധ്യാനം എന്ന് പറയുന്നത് ഒരു സിദ്ധിക്കും വേണ്ടിയിട്ടല്ല, ഒരു സിദ്ധി കിട്ടാനോ ഇത് കിട്ടാനോ വേണ്ടിയിട്ടൊന്നുമല്ല. ഇക്കോളജിയുടെ ധ്യാനം എന്ന് പറയുന്നത് പ്രകൃതിക്ക് അനുകൂലമാകാനുള്ള ശ്രമങ്ങളാണ്. പ്രകൃതിയായി തീരാൻ, പ്രകൃതിയുടെ നിയമങ്ങൾ പാലിച്ച് പ്രകൃതിയിലെ ആരാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് സിദ്ധികളേ ഇല്ല. അതിനകത്ത് സിദ്ധികൾ വന്നാൽ അതൊരു സ്വാഭാവികത മാത്രമാണ്, സിദ്ധിയല്ല. അതാണ് മറ്റുള്ള ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന. ഞാൻ ഒരുപാട് ധ്യാന പദ്ധതികളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ധ്യാന പദ്ധതികളെല്ലാം എന്തോ ഒരു സിദ്ധി എയിം ചെയ്തിട്ടാണ് പോവുക. സിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. സിദ്ധി കിട്ടും, അങ്ങനെ പോയാൽ സിദ്ധി കിട്ടുകയും ചെയ്യും. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ധ്യാന പദ്ധതിയാണ്. ഇത് പ്രകൃതിയായി തീരാൻ, പ്രകൃതിയുടെ നിയമങ്ങൾ തെറ്റിക്കാതെ, അതായത് ആ ഇന്റർ ഡിപ്പെൻഡൻസി മനസ്സിലാക്കി അതിനോട് ലയിച്ച്
ജീവിക്കുക എന്നുള്ളതാണ്. എന്തുണ്ട് എന്നുള്ളതല്ല, എന്തുണ്ട് എന്നുള്ളതായിട്ടല്ല നമ്മൾ പോവുക. ഇത് കുഴപ്പമില്ല കേട്ടോ, വികസന ധ്യാനം നല്ലതാണ്, ഒരുപാട് പേര് ചെയ്യുന്നതാണ്, നല്ലതാണ്. പക്ഷേ ഞാൻ ചെയ്ത കാലഘട്ടത്തിൽ അതെനിക്ക് ബോധ്യമായത് എനിക്ക് മനസ്സിലായത് എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലാത്ത ഒരാളാണ്. അവര് പറയുന്ന പോലെ കൊടുക്കാൻ പറ്റുന്ന ആളല്ല. 4-ാം ദിവസമായിട്ട് എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ബുദ്ധന്റെ അല്ലേ? ആണ്. ബുദ്ധന്റേതാണെങ്കിൽ ബുദ്ധൻ എന്നാണ് ഇത് ഡിസൈൻ ചെയ്തത്? അതായത് വിപസന ധ്യാനം ഡിസൈൻ ചെയ്തത് എന്നാണ്? കുടുംബത്തിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും പോയ ശേഷമാണ് ബുദ്ധനായത്. അങ്ങനെയാണെങ്കിൽ വിപസന ധ്യാനം ഒരു കുടുംബത്തിലുള്ള ഒരാൾക്കുള്ളതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കുടുംബം ഉപേക്ഷിച്ച് നിൽക്കുന്ന, എല്ലാത്തിൽ നിന്നും വിരക്തി നേടിയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തില്ല. ഒരുപാട് പേര് രണ്ടാമത് പോയി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇരിക്കാൻ പറ്റാതെ വന്നവർ പോയി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതിന് കാരണം ഞാൻ അതിനെ കുറച്ച് കാണുകയോ തെറ്റാണെന്ന് പറയുകയോ ഒന്നുമല്ല, ശരിയാണ്. നമ്മൾ നോക്കുന്നത് ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം എന്താണ് അനുശാസിക്കുന്നത്, അത് എങ്ങനെ നടപ്പിലാക്കാം, അത് നമ്മളുടെ ജീവിതത്തിന് സുഖം പകരുന്ന ഒന്നാണോ, ആനന്ദം പകരുന്ന ഒന്നാണോ, എങ്ങനെ ആനന്ദത്തിലേക്ക് എത്താം. അപ്പോ അതാണ് നമ്മൾ നോക്കുന്നത്. ആത്മാവിന്റെ പ്രകടനമാണ് ആനന്ദം. അപ്പോ നമ്മൾ ആനന്ദത്തിലെത്തിയാൽ നമ്മൾ റെഡിയായി. ആനന്ദത്തിലേക്ക് എത്താനായിട്ട് ഒരു 10-15 കൽപ്പനകളും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ആർട്ട് ഓഫ് ഹാപ്പിനെസ് കോഴ്സ് നടത്തുന്നത്. അത് വെച്ചിട്ടാണ് ഒരു 15 കൽപ്പനകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ എണ്ണം കൂട്ടിയെന്നിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ടുണ്ട് ഒരു 15 കൽപ്പനകൾ രൂപപ്പെടുത്തിയിട്ട് അത് പതുക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഗുണം കണ്ടത്, ഇത് വൺ സൈഡ് ഓരോന്നായിട്ട് പ്രാവർത്തികമായി വരുന്നു എന്നുള്ളതാണ്. ഞാനല്ല നടപ്പിലാക്കുന്നത്, പക്ഷെ എൻ്റെ സ്റ്റുഡൻസ് അത് നടപ്പിലാക്കി വരുന്നു. പല എത്തളുകളായി അത് നടന്നു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്. ഇപ്പൊ സിഗ്ലാൻ സാറിനോട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വരുന്നുണ്ട്, അത് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്. വേസ്റ്റ് ലാൻഡ് എടുത്ത് കൺവേർട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഞങ്ങളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാനൊരു കുറച്ച് ഫണ്ട് അതിന് മാറ്റിയിട്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് കുറച്ച് ഫണ്ടും മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ താമസിയാതെ ചിലപ്പോൾ കാണും. ഇഷ ഫൗണ്ടേഷനിൽ നിന്നും 2 പേര് ഇവിടെ എത്തിയിരുന്നു. ഇഷ ഫൗണ്ടേഷൻ, സദ്ഗുരുവിന്റെ ഇഷ ഫൗണ്ടേഷനിൽ നിന്ന് ഇന്നും വിളിച്ചിരുന്നു എന്നെ. അവർ മിക്കവാറും ഈ 15-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ മെയിൻ 2-3 പേര് ഇവിടെ വരും. അവർ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഇഷ ഫൗണ്ടേഷനിൽ എത്തേണ്ടി വരും. എത്തിക്കഴിഞ്ഞിട്ട് അതിന്റെ മെയിൻ ആളായിട്ടുള്ള, ഗുരുവായിട്ടല്ല, അതിന്റെ താഴെയുള്ള ജസ്റ്റ് താഴെയുള്ളവരുമായിട്ടൊരു ഒരു ക്ലാസ് വേണ്ടി വരും എന്ന് പറഞ്ഞു. അവരിലൂടെ ഇപ്പൊ തന്നെ അവരൊരു 37 കൈലാസം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഗ്യാരണ്ടി തന്നു ഞങ്ങൾ നടത്തുവത്. കാരണം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൈലാസത്തിൽ തൊട്ട് വന്നിച്ചിട്ടാണ് അവർ പോയത്. അവർക്ക് മനസ്സിലായി കൈലാസം എന്നാണ്. ഞാൻ പറഞ്ഞത് എന്താണ് കൈലാസം. ആ കൈലാസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വെറുതെ കൃഷി ചെയ്യലല്ല എന്നും ബോധ്യപ്പെടുത്തി. സോയിൽ കൺസർവേഷനിൽ സദ്ഗുരു പോകുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ കൺസർവ് ചെയ്യാം, ഓരോരുത്തർ ഏറ്റെടുക്കുന്നുമുണ്ട്. അപ്പൊ ആ കാവേരി നദിയുടെ ഒരാളും കൂടി ഉണ്ട്, അതിന്റെ മെയിൻ ഒരാളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കാവേരി നദി നമുക്ക് പുനർജനിപ്പിക്കാം, യാതൊരു പ്രയാസവും ഇല്ല. അവിടെ ലാൻഡ്സ്കേപ്പിംഗ്, വാട്ടർ ഹാർവെസ്റ്റിംഗ്, ലാൻഡ് യൂട്ടിലൈസേഷൻ, ലാൻഡ്സ്കേപ്പിംഗ്, ലാൻഡ് ഡിസൈനിങ്, ഇത് മനസ്സിലാകാതെ ചെയ്താൽ നിങ്ങൾക്ക് ഒരിടത്തും എത്താൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ചെറിയ മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. കാരണം മിക്കവാറും നമുക്ക് തമിഴ്നാട്ടില് നല്ലൊരു ഏരിയ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്നുള്ളത്. ഓക്കെ, ഇവിടെ മനുഷ്യർക്കിടയിൽ നമ്മുടെ പരമ്പരാഗതമായ നേച്ചറിന്റെ അറിവുകൾ ഇപ്പോഴും കൂടുതലുണ്ട് അവരുടെ അടുത്ത്. അത്രയും നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ അവിടെ നഷ്ടപ്പെട്ട അത്രയും ഒരറിവും നഷ്ടപ്പെട്ടിട്ടില്ല.
ഒരറിവ് നഷ്ടപ്പെടില്ല. അതായത് പ്രകൃതി നിയമ അനുസൃതമായ ശബ്ദം മരണപ്പെടില്ല. അതായത് ശബ്ദശാസ്ത്രം പഠിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. മരണപ്പെടില്ല. നമുക്ക് എവിടുന്നോ ആ ശബ്ദം കയറി വരും, നമുക്ക് കിട്ടും അത്. സന്തോഷം. മനസ്സിലായില്ലേ? പ്രകൃതി നിയമാനുസൃതമായ നമ്മുടെ വലിയ ആചാര്യന്മാരുടെ ശബ്ദം ഇവിടെ ഉണ്ട്. ശബ്ദം അനന്തമാണ്, അതിന് നാശമില്ലാത്തതാണ്, അതിവിടെ ഉണ്ട്. പക്ഷെ നമ്മളെ ട്യൂൺ ചെയ്താൽ അത് നമുക്ക് കിട്ടുമെന്ന് മാത്രം. അതുകൊണ്ട് അറിവ് നഷ്ടപ്പെടില്ല, അത് നഷ്ടപ്പെടില്ല. ഏതറിവ്? പ്രകൃതി നിയമാനുസൃതമായ അറിവുകൾ നഷ്ടപ്പെടില്ല. പ്രകൃതി അനുസൃതമല്ലാത്തതെല്ലാം മരണപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മരണപ്പെട്ട ശബ്ദമാണ് പുസ്തകം, ശബ്ദത്തിന്റെ രൂപമാണ് ശരീരം, ശബ്ദത്തിന്റെ ചിത്രമാണ് ലിപി. ഇങ്ങനെ ശബ്ദശാസ്ത്രത്തിന്റെ ഒരു 10-25 സാധനം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുക. ഉമ്മ ഏതാണ്ട് പറയാൻ വരുന്നു. ഉമ്മ എന്താ പറ്റി ഉമ്മയ്ക്ക്? സാറേ, ഈ ശബ്ദം നമ്മൾ കേൾക്കുന്നു എന്ന് പറയുന്ന ഇപ്പൊ ഈ അശരീരി കേൾക്കുക എന്നൊക്കെ പറയത്തില്ലേ, കംസൻ പണ്ട് അശരീരി കേട്ടു എന്നൊക്കെ പറയുന്ന പോലെ നമുക്കും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഈ ഗുരുക്കന്മാര് പറഞ്ഞ വാക്കുകൾ ഈ പ്രകൃതിന്ന് നമുക്ക് നമ്മള് അതുമായിട്ട് ട്യൂണ്ടായാൽ നമുക്ക് അറിയാൻ പറ്റില്ലേ? അങ്ങനെയുള്ള കേക്കലല്ല, അങ്ങനെ കേക്കില്ല. അങ്ങനെ ഈ അശരീരി പോലെയൊന്നും കേക്കില്ല. പക്ഷെ നമ്മളിലേക്ക് ഒരു ശരി കയറി വരും. അതാണ്, നമ്മളിലേക്ക് ഒരു ശരി കയറി വരും, തന്നെത്താൻ വരും. അതിന് നമ്മളൊരു പുസ്തകം നോക്കണ്ട. പക്ഷെ പുസ്തകം നോക്കണ്ട എന്ന് പറയുമ്പോഴും ചിലപ്പോൾ ഒരു പുസ്തകം വായിച്ചു വരുമ്പോൾ അതിലൊരു വരിയായിരിക്കും നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരിക്കും നമ്മളെ അങ്ങോട്ട് എത്തിക്കുക, ഒരു വായനയായിരിക്കും അങ്ങോട്ട് എത്തിക്കുക. അപ്പൊ വായിക്കാതിരുന്നിട്ടും കാര്യമില്ല, വായിച്ചേ പറ്റൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു വലിയ ഒരാളിന്റെ പ്രഭാഷണം കേൾക്കാൻ പോയി, ചിലപ്പോ ആ പ്രഭാഷകന്റെ ഒരു വാക്കായിരിക്കും നമ്മളെ കൊണ്ട് അങ്ങോട്ട് എത്തിക്കുക. അപ്പൊ ഇതെല്ലാം നമുക്ക് വേണ്ടി വരും, എല്ലാം വേണ്ടി വരും. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കി വരുന്നത്. നമുക്ക് പോകാവുന്നത്രയും പോകാം, ചെയ്യാവുന്നത്രയും കാര്യങ്ങൾ ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കുക. ഓക്കെ, ചെയ്താലോ? സമയം ഒത്തിരിയായി, സംസാരിക്കാനുണ്ടെന്നറിയാം. 9:10 ഇന്ദ്രയാണ്. എനിക്ക് റോയൽ ജെല്ലി കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ ഇനി കഴിക്കണ്ടേന്ന് മിനിമം കൊണ്ട് തന്നു. ഇതല്ലേ റോയൽ ജെല്ലി? ഒരെണ്ണം കഴിച്ചു തുടങ്ങും ഡെയിലി. ടൈമാ? അങ്ങനെയില്ല, എപ്പോഴെങ്കിലും കഴിച്ചു. ഓക്കെ. അത് കഴിച്ചിട്ട് പുളിച്ചു തീട്ടല വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയുന്നു. പുളിച്ചു തീട്ടൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു പ്രോട്ടീൻ ആണത്. പക്ഷെ നമുക്ക് കഴിച്ചു നോക്കുക, ഓരോരുത്തരുടെ ശരീരത്തിന് എങ്ങനെയുണ്ടെന്ന് അറിയാം. ശരി, താങ്ക് യു സർ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് മൈക്കോൺ ചെയ്ത് ചോദിക്കാമോ? സാറ് നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ നിസ്കാരം സൂര്യ നമസ്കാരം തമ്മിലുള്ള ഒരു കമ്പാരിസൺ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നിസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മൾ കാലുകൾ നഗ്നപാദം, അത് ചെരുപ്പിടാതെ കാലുകൾ മണ്ണിൽ ചവിട്ടി കൈകൾ രണ്ടും കുത്തി നെറ്റി കൊണ്ടേ മുട്ടിക്കലാണ്. ഇനി സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ വട്ടത്തിൽ അങ്ങോട്ട് കിടക്കുക അല്ലേ? സാർ, സാഷ്ടാംഗ നമസ്കാരമല്ല, സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം എനിക്ക് അറിയില്ല, ഞാൻ ചെയ്തിട്ടേ ഇല്ല ഇന്നേവരെ. ദയാൽ സാറിന് ഒത്തിരിയധികം നന്ദി. ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒത്തിരിയധികം നന്ദി പറയുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ഗ്ലോബൽ ഇക്കോ ഹ്യൂമൻ ഹെൽത്ത്, നമ്മുടെ എല്ലാവരുടെയും ആഗോളമായിട്ടുള്ള എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അതിനെ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റിയാണ് ഈ ലൈവ് സെഷൻ നടത്തുന്നത്. അപ്പം ദയാൽ സാറിന്റെ ആശയങ്ങൾ, നമ്മുടെ ആശയങ്ങൾ, പ്രകൃതിയുടെ ആശയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ആ ഒരു നാച്ചുറൽ ലൈഫിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത്, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സ്വസ്ഥവും ശാന്തവും ആഘോഷകരമായി ആരോഗ്യത്തോടെ ജീവിക്കണം എങ്ങനെയാന്നുള്ളത് നമ്മളോട് പഠിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ലീവ് ടു 100 എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി സീരീസ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഈ പറയുന്ന ഇക്കോളജി ശാസ്ത്രമായിട്ട് ശരിക്കും പൂർണ്ണമായിട്ട് നല്ല സാമ്യമുള്ള, ലോകത്തിന്റെ പല ഭാഗത്തും 100 വയസ്സിന് മേലെ ആളുകൾ ജീവിച്ചിരിക്കുന്ന
സ്ഥലങ്ങള്, ഒത്തിരി ആളുകൾ 100 വയസ്സിന് മേൽ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, അതിൽ ഈ കമ്മ്യൂണിറ്റിയും ഈ സൗന്ദര്യവും സാറ് പറഞ്ഞ പോലെ എക്സസൈസുകൾ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് സ്ട്രെനവേഴ്സ് ആയിട്ട് എക്സസൈസ് ചെയ്യണ്ട. വളരെ ലൈറ്റ് ആയിട്ടുള്ള ലോ ഇന്റൻസിറ്റി എക്സസൈസുകൾക്കാണ് നമ്മുടെ ശരീരത്തിന്റെ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ആരോഗ്യത്തിന് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സൗന്ദര്യത്തിന് കീപ്പ് ചെയ്യാനും നമ്മുടെ ഫാമിലിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പം 7 വർഷം നമ്മുടെ ആയുസ് കൂടുന്നു. നമ്മുടെ സമൂഹത്തിന് എങ്ങനെ ഇമ്പാക്ട് ചെയ്തു, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പൊ അതിനെല്ലാം അവസരം ഉണ്ടാക്കിയത് ഈ നിത്യസാധന പ്ലാറ്റ്ഫോമും ഈ വാനപ്രസ്ഥ ആശയങ്ങളും വാനപ്രസ്ഥ കോഴ്സും നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദയാൽ സാറെ നന്ദി. അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് നമസ്കാരം സാർ. സാർ. താങ്ക് യു നമസ്കാരം. സർ. താങ്ക് യു സർ. Thanks, sir. Okay. താങ്ക് യു സർ.